My dear students, today's class we deals with the block 3 Unit 2 Feminism Major Concepts. Here in this chapter we have to discuss about some major definitions related to feminism. Then we have to discuss about some of the concepts like gynocriticism, écriture feminine, then feminism, Marxist feminism, then French feminism, lesbian feminism, Dalit feminism, black feminism, and in addition to all this, we have to discuss two important essays towards feminist politics written by Ellen Showalter and Black Women Shaping Feminist Theory written by Bell Hooks. So it's a quite important chapter for you. So let's discuss about it. First, there is a definition regarding feminism. It's already discussed in the previous section. Feminism, according to Pramod K. Nair is a professor in Hyderabad University. According to Pramod K. Nair, feminism is both a political stance and a theoretical framework that analyzes gender as a central aspects of a cultural practice, and it demands equality, rights, and justice. അന്നേരം ഫെമിനിസം എന്ന് പറയുന്നത് ഒരു തിയറിയുമാണ്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടലും കൂടാണ്. അന്നേരം ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? ജെൻഡറിന് ഒരു സ്പെഷ്യൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ജെൻഡറിനോട് കമ്പയർ ചെയ്തുകൊണ്ട്, അതർ ജെൻഡറിനോട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇക്വാളിറ്റി, റൈറ്റ്സ്, ജസ്റ്റിസ് ഇതെല്ലാം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇറ്റ്സ് എ തിയറട്ടിക്കൽ ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ സ്റ്റാൻസ്. ഇറ്റ് നീഡ്സ് equality, or it demands equality, rights and justice while analyzing gender. അന്നേരം ഇനി ഇതെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ചലഞ്ചസ് പ്രീ ഡിറ്റർമിൻഡ് ജെൻഡർ റോൾസ്, അസേർട്ടിംഗ് ദാറ്റ് വിമൻ ആർ ഓഫൺ സോഷ്യലൈസ്ഡ് ടു ഫിറ്റ് ഇൻ ടു ദീസ് റോൾസ്. അന്നേരം ചില റോളുകൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് സൊസൈറ്റി അങ്ങനെ കൺഫേം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മദർഹുഡും അതുപോലെ തന്നെ ദ ഹൗസ് ഹോൾഡ് ചോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്ക് മാത്രം, അല്ലെങ്കിൽ സ്ത്രീകളാണ് അത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു സോഷ്യലൈസ്ഡ് റോൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിനെയെല്ലാം ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. പ്രീ ഡിറ്റർമിൻഡ് റോൾസിന് ചലഞ്ച് ചെയ്തു. നെക്സ്റ്റ്, ഫെമിനിസ്റ്റ് criticism has evolved since early 20th century to address various issues like re-evaluating literary history to acknowledge women's contribution. അന്നേരം 20th സെഞ്ചുറിയോടുകൂടി ഈ പറയുന്ന ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം വ്യാപകമാവുകയും പല കാര്യങ്ങളെ പറ്റി അവർ അന്വേഷിക്കാനും ഡിസ്കസ് ചെയ്യാനും തുടങ്ങി. അതിൻ്റെ അകത്തൊന്നാണ് ലിറ്റററി ഹിസ്റ്ററിയിൽ വിമൻസിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു. അതുപോലെ തന്നെ ഫീമെയിൽ ലിറ്റററി ലീനിയേജ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ എഴുത്തുകൾ, അതുപോലെ പുരുഷന്മാരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള പല പെണ്ണുങ്ങളുമുണ്ട്. പുരുഷന്മാരുടെ പേര് വെച്ചിട്ട് എഴുതിയിട്ടുള്ള അങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടെത്തുക, അവരുടെ എഴുത്തുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് എക്സ്പ്ലോറിംഗ് ഫീമെയിൽ ലിറ്റററി ലീനിയേജ്. Then analyzing sexuality and sexual difference through psychoanalysis, Marxism and social science. മാർക്സിസത്തിലൂടെയും സോഷ്യൽ സയൻസിലൂടെയും സൈക്കോ അനാലിസിസിലൂടെയും അതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് സെക്ഷുവാലിറ്റിയും സെക്ഷൽ ഡിഫറൻസിനെയും പോർട്രേ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സൈക്കോ അനാലിസിസ് ഫ്രോയിഡിന്റെ പഠിച്ചു, ലക്കാന്റെ പഠിച്ചു. ആ ചാപ്റ്ററിലെല്ലാം തന്നെ സെക്ഷുവാലിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സെക്ഷൽ ഡിഫറൻസ്, ജെൻഡർ ഡിഫറൻസിനെ പറ്റി ഫ്രോയിഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അന്നേരം മാർക്സിസത്തിലും സൈക്കോ അനാലിസിസിലും സോഷ്യൽ സയൻസിലും ഒക്കെ ഈ സെക്ഷൽ ഡിഫറൻസ്, ജെൻഡർ ഡിഫറൻസിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സാമിനിങ് വിമൻസ് റെപ്രസെന്റേഷൻ ഇൻ ലിറ്ററേച്ചർ റിട്ടൺ ബൈ മെൻ, എങ്ങനെയാണ് പുരുഷന്മാരുടെ എഴുത്തുകളിൽ അല്ലെങ്കിൽ അവരുടെ അവർ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ സ്ത്രീകളെ എങ്ങനെയാണ് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലാണ് അവരുടെ ലിറ്ററേച്ചറിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. സോ അതിനെ അനലൈസ് ചെയ്യുക. Then investigating gender roles in literary creation and criticism, that is gynocriticism എന്ന് പറയും. എന്ന് വെച്ചാൽ ജെൻഡർ റോൾസ് ലിറ്റററി ക്രിയേഷനിലും ക്രിറ്റിസിസത്തിലും ഒക്കെയുള്ള ആ ഒരു ജെൻഡർ റോൾസിനെ അനലൈസ് ചെയ്യുക. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഗൈനോക്രിറ്റിസിസം.
then exploring the connection between gender and literary elements like genre and meter. അതുപോലെ തന്നെ ജെൻഡർ ലിറ്റററി എലമെന്റ്സ് ലൈക്ക് ജാനർ മീറ്റർ. ഇപ്പോൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന റൈറ്റിങ്സ് എങ്ങനെയാണ്, നമ്മൾ പറയത്തില്ലേ മാധവിക്കുട്ടിയുടെ റൈറ്റിങ്സ് പോലെയല്ല മറ്റൊരാളുടെ കുഞ്ഞു മുഹമ്മദിന്റെ റൈറ്റിങ്സ്. എൻറ്റയർലി സ്ത്രീകളുടെ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ റൈറ്റിംഗ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജെൻഡർ ഡിഫറൻസ് ലിറ്റററി എലമെന്റ്സിൽ എങ്ങനെ വരുന്നു അതിനെ തമ്മിൽ കമ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ഒരു 21st സെഞ്ചുറിയുടെ തുടക്കത്തോടു കൂടി ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരുന്നത്. Feminist critics focus on interplay between experience and language, questioning the existence of distinct female experience communicated through women writers. ഫെമിനിസ്റ്റ് ക്രിറ്റിക്സുകൾ അവരുടെ അനുഭവങ്ങളെ ഭാഷയിലൂടെ എഴുതുമ്പോഴത്തേക്ക് അതെങ്ങനെയാണ് അവർ എഴുതപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് അനുഭവ വേദ്യമാക്കി തീർക്കുന്നത്, ആ ഭാഷാ വൈദഗ്ധ്യം, ഇതിനെപ്പറ്റിയും അവർ പഠനം നടത്തി. They explore how women navigate using a language historically dominated by male concepts and values, advocating for the development of female language or appropriation and alteration of male dominated language. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എഴുത്ത് അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് പുരുഷന്റെ ഒരു സ്വാഭാവികമായും അവൻ അടക്കി കൊണ്ടിരുന്ന ഒരു ഒരു ഏരിയ ആണ് സാഹിത്യം എന്ന് പറയുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരിടത്തേക്ക് സ്ത്രീകളുടെ ചിന്തകളും സ്ത്രീകളുടെ ഭാഷയും സ്ത്രീകളുടെ എഴുത്തുമൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് ലാംഗ്വേജിലും സൊസൈറ്റിയിലും എന്തുമാത്രം ഇമ്പാക്റ്റ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ. ഓക്കെ, അന്നേരം നമുക്ക് ഇത് തുടങ്ങുന്നത് തന്നെ പ്രമോദ് കെ നായരുടെ ഒരു കൊട്ടേഷനോട് കൂടിയാണ്. അത് അക്കോർഡിംഗ് ടു പ്രമോദ് കെ നായർ എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആണ്, അതുപോലെ തന്നെ തിയറട്ടിക്കൽ സ്റ്റാൻഡ് പോയിന്റ് വ്യൂ ആണ്. ഇവിടെ ജെൻഡറിൻ്റെ അകത്തുള്ള പല കാര്യങ്ങളെയും അനലൈസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇക്വാളിറ്റി, റൈറ്റ്സ്, ജസ്റ്റിസ്, ഇതിൻ്റെ അകത്തൊക്കെ അനലൈസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ദേ ചലഞ്ചസ് സം പ്രീ ഡിറ്റർമിൻഡ് റോൾസ്, asserting that women are often fit to that role. ഇപ്പൊ സാധാരണ സ്ത്രീകൾ ഇന്ന റോളിലേക്ക് അവരെ സോഷ്യലൈസ് ചെയ്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നുള്ള ഒരു പ്രീ ഡിറ്റർമിൻഡ് ചിന്താഗതിയുണ്ട്. അതിനെയാണ് അവർ ചലഞ്ച് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ 21st സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ ഒരുപാട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലിറ്റററി ഹിസ്റ്ററിയിൽ വിമൻസിന്റെ കോൺട്രിബ്യൂഷനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി. വിമൻസിന്റെ ലിറ്റററി ലീനിയേജ്, അവരുടെ എഴുത്തിന്റെ ആ ഒരു പാരമ്പര്യം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. സൈക്കോ അനാലിസിസിലും മാർക്സിസത്തിലും സോഷ്യൽ സയൻസിലും ഒക്കെ ഈ എങ്ങനെയാണ് സെക്ഷുവാലിറ്റിയും ജെൻഡർ ഡിഫറൻസിനെയും പോർട്രേ ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റി പഠനം നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ പുരുഷന്മാരുടെ എഴുത്തുകളിൽ സ്ത്രീകളെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ എക്സാമിൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് ജെൻഡർ റോൾസും ജെൻഡർ ക്രിറ്റിസിസവും അല്ലെങ്കിൽ ഗൈനോ ക്രിറ്റിസിസവും ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും, അതിനോടൊപ്പം തന്നെ സ്ത്രീ എഴുത്തുകളിലെ ആ ഒരു ഭാഷയും ലിറ്റററി എലമെന്റ്സിനെയും ജാനറിനെയും മീറ്ററിനെയും ഒക്കെ പറ്റി അവർ പഠനം നടത്താനും തീരുമാനിച്ചു. പിന്നീട് ഈ ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് സ്ത്രീ ഭാഷയിലായിരുന്നു. സ്ത്രീകളുടെ എഴുത്തും സ്ത്രീകളുടെ ഭാഷ, അവരുടെ ഒരു ശൈലിയുമൊക്കെ പുരുഷന്മാരിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു. അത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിനെപ്പറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അത് ഹിസ്റ്റോറിക്കലി അനലൈസ് ചെയ്താൽ ഈ ഒരു കാലഘട്ടം ഇത്രയും സാഹിത്യം എന്ന് പറയുന്നത് അടിക്കുവാണ്ടുന്ന പുരുഷ മേഖലയായിരുന്നു അത്. ആ ഒരു മേഖലയിലേക്ക് സ്ത്രീകളുടെ എഴുത്തുകൾ എന്തുമാത്രം ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിനെ പറ്റി അവർ അനലൈസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാമാണ് ഫെമിനിസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഗൈനോ ക്രിറ്റിസിസം. ഈ ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് എലൻ ഷോൾഡർ ആണ്. എലൻ ഷോൾഡറിന്റെ എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന 1977 പബ്ലിഷ് ചെയ്ത ഫെമിനിസ്റ്റ് ടെക്സ്റ്റിലാണ് ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ടേം അവരെ അപ്ലൈ ചെയ്തത്. അന്നേരം നമുക്ക് നോക്കാം. ഗൈനോ ക്രിറ്റിസിസം ഈസ് എ ഫെമിനിസ്റ്റ് ലിറ്റററി തിയറി that emerged in late 20th century, aiming to analyze literature from the female-centered perspective and challenge the historically male-dominated literary canon.
അന്നേരം ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയാണ്. അത് 20th സെഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1977 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലെ. അന്നേരം ലേറ്റ് 20th സെഞ്ചുറിയോട് കൂടിയാണ് ഇത് എമർജ് ചെയ്തു വന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യുന്നത്? ദേ ട്രൈ ടു അനലൈസ് ലിറ്ററേച്ചർ ഫ്രം ഫീമെയിൽ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാം എന്ന് വെച്ചാൽ ആ പെണ്ണെഴുത്ത് ആ ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് ആ ഒരു ലിറ്ററേച്ചർ ആ ഒരു സാഹിത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ചലഞ്ചസ് ഹിസ്റ്റോറിക്കലി മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി ക്യാനൺ. അതിനോടൊപ്പം തന്നെ പുരുഷ മേധാവിത്വം തുളുമ്പുന്ന ആ ഒരു സാഹിത്യ പരമായിട്ടുള്ള ഒരു ക്യാനണിനെ അവരെന്ത് ചെയ്യുന്നു? ചലഞ്ച് ചെയ്യുകയും ചെയ്യും. അന്നേരം ആ രണ്ട് കാര്യങ്ങളൊന്നും ഓർക്കുക. ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയാണ്. ലേറ്റ് 20th സെഞ്ചുറിയിലാണ് അത് എമർജ് ചെയ്തത്. ഇതിന്റെ ഇത് ചെയ്യുന്നത് ഇറ്റ് എയിംസ് ടു അനലൈസ് ഫീമെയിൽ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ് ലിറ്ററേച്ചർ ഫ്രം എ ഫീമെയിൽ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവ് ആൻഡ് ചലഞ്ചസ് ഹിസ്റ്റോറിക്കലി മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി ക്യാനൺ. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. And it seeks to reclaim the highlight the often marginalized contribution of women writers while uncovering implicit biases and gender dynamics within traditional literary criticism. അതിനോടൊപ്പം തന്നെ കാലങ്ങളായി വിമൻ റൈറ്റേഴ്സിന്റെ പല വർക്കുകളും മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഇങ്ങനെ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഈ വർക്കുകളെ വീണ്ടെടുത്ത് അതിന്റെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കുക. ആ ഒരു ജെൻഡർ ഡൈനാമിക്സിൽ ഈ ഒരു വർക്ക് കൊണ്ടുവന്നിട്ട് അതിനെ പറ്റി ഈ പറയുന്ന ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടുതൽ പഠനം നടത്തുക എന്നുള്ളതും ഈ ഗൈനോ ക്രിറ്റിക്സിന്റെ ഭാഗമാണ്. Helen Sholder's Literature of Their Own, published in 1977, laid the foundation for gynocriticism, exploring the history of women's literature and introducing phases in women's literary history that demonstrate periods of conformity or resistance against societal expectations. എലൻ ഷോൾഡറിന്റെ 1977 പബ്ലിഷ് ചെയ്ത ലിറ്ററേച്ചർ ഓഫ് ദിയർ ഓൺ ആണ് ഗൈനോ ക്രിറ്റിസിസത്തിന് തുടക്കമിട്ടത്. ഇതിലൂടെ ദേ ട്രൈ ടു എക്സ്പ്ലോർ ദ ഹിസ്റ്ററി ഓഫ് വിമൻസ് ലിറ്ററേച്ചർ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ നമ്മുടെ ഹിസ്റ്ററിയിൽ ചരിത്രത്തില് സ്ത്രീകളുടെ വർക്കുകൾ എവിടെയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെ അത് എഴുതപ്പെട്ടു, എങ്ങനെയാണ് അവർ എഴുതി തുടങ്ങിയത്, ഇതിനെയൊക്കെ പറ്റി അവർ സ്റ്റഡി നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ പല ഫേസസുകളിലും പല കാലഘട്ടങ്ങളുടെ ബേസ് ചെയ്ത് അവർ സ്റ്റഡി നടത്താൻ തുടങ്ങി. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ അതാണ് പറയുന്നത് ഡെമോൺസ്ട്രേറ്റ് പീരീഡ്സ് ഓഫ് കൺഫോമിറ്റി എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ഈ സ്ത്രീ സാഹിത്യത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് അവർ പഠനം നടത്താൻ തുടങ്ങി. ഓർ ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻ. അതുപോലെ തന്നെ അതാത് സാഹിത്യം രൂപീകൃതമായ വർഷങ്ങളിൽ സൊസൈറ്റിയിൽ നിന്ന് അവർ നേരിട്ടിട്ടുള്ള റെസിസ്റ്റൻസിനെ കുറിച്ചും അവർ പഠനം നടത്താൻ തുടങ്ങി. അന്നേരം എലൻ ഷോൾട്ടറുടെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന ടെക്സ്റ്റിലാണ് ഗൈനോ ക്രിറ്റിസിസം കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ വിമൻ ലിറ്ററേച്ചർ എന്തെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത് അതിനെ പല ഫേസസുകളായിട്ട് അവർ ഡിവൈഡ് ചെയ്തു. ഓരോ ഫേസിലും ഓരോ കാലഘട്ടങ്ങളായി ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട ലിറ്ററേച്ചറിൽ സ്ത്രീകൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നും അത് നേരിടാനുണ്ടായ സാഹചര്യം എന്തായിരുന്നെന്നും അവ വ്യക്തമായി രേഖപ്പെടുത്തി. Sandra Gilbert and Susan Goober's Mad Women in Attic analyzed how 19th century women writers grappled with the limitations imposed by patriarchy, highlighting the symbolic struggle against societal constraints through Mad Women in the Attic drop. So, പിന്നീട് 1979 നമ്മുടെ എലൻ ഷോൾട്ടറിന്റെ ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സിന് ശേഷം അതിന്റെ ചുവട് പിടിച്ച് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സാന്ദ്ര ഗിൽബർട്ടും സൂസൻ ഗൂബറും കൂടെ ചേർന്ന് 1979 എഴുതിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് മാഡ് വുമൻ ഇൻ അറ്റക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19th സെഞ്ചുറി റൈറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ എമിലി ബ്രോണ്ടിയൊക്കെ 19th സെഞ്ചുറി റൈറ്റേഴ്സ് ആണ്. അങ്ങനെയുള്ള ഈ 19th സെഞ്ചുറി റൈറ്റേഴ്സ് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ഒരുപാട് ലിമിറ്റേഷൻസ് നേരിട്ടിരുന്നു. കാരണം
ആ ഒരു കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഇവരുടെ പേര് വെച്ച് പബ്ലിഷ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വിമൻ റൈറ്റേഴ്സിന്റെ വർക്കുകൾ വളരെ മോശപ്പെട്ടവയാണെന്നും അവർക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലെന്നും അവർക്ക് ഭൗതികപരമായി യാതൊന്നും എഴുതത്തില്ലെന്നുള്ള ഒരു ചിന്താഗതി, ഒരു പ്രീ ഡിറ്റർമിൻഡ് തോട്ട് ആർക്കുണ്ട്? മെയിൽ ഡോമിനേറ്റഡ് പബ്ലിഷേഴ്സ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പബ്ലിഷേഴ്സ് എന്ത് ചെയ്തില്ല, ഈ സ്ത്രീകളുടെ വർക്കുകൾ പബ്ലിഷ് ചെയ്തിരുന്നില്ല. സോ അങ്ങനെയുള്ള സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു, പിന്നീട് അവരുടെ പേരുകൾ മാറ്റിയിട്ട് മേരിയാവിൻ ഇവാൻസ് എന്ന് പറയുന്ന റൈറ്റർ അവരുടെ പേര് മാറ്റി ജോർജ് ഇലിയട്ട് എന്നുള്ള പുരുഷനാമം സ്വീകരിച്ചിട്ടാണ് അവരുടെ പല വർക്കുകളും പബ്ലിഷ് ചെയ്തത്. മിൽ ഓൺ ദ ഫ്ലോസ് എന്ന് പറയുന്ന നോവലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവരങ്ങനെയാണ് പബ്ലിഷ് ചെയ്തത്. അങ്ങനെ 19th സെഞ്ചുറി റൈറ്റേഴ്സ്, ഫീമെയിൽ റൈറ്റേഴ്സ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നതായിരുന്നു മാഡ് വുമൻ ദാറ്റ് 1979 എഴുതിയത്. സാന്ദ്ര ഗിൽബർട്ട് സൂസൻ ഗൂബറും ചേർന്നാണ് എഴുതിയത്. ചന്ദ്ര ടാൽപാറ്റ് മൊഹാൻറ്റീസ് അണ്ടർ വെസ്റ്റേൺ ഐസ്, published in 1986, critiqued Western feminist scholarship for homogenizing experience of non-Western women, emphasizing the importance of intersexuality within gynocriticism. അത് ലേറ്റർ ഇതെല്ലാം വരുന്നത് നമ്മളുടെ എലൻ ഷോൾട്ടറിന്റെ വർക്കിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഷോൾട്ടറിന്റെ വർക്കാണ് ഇതിന്റെ എല്ലാം പൈനിയർ എന്ന് കാണപ്പെടുന്നത്. 1986 പബ്ലിഷ് ചെയ്ത അണ്ടർ വെസ്റ്റേൺ എന്ന് പറയുന്ന മൊഹാട്ടിയുടെ വർക്ക്. മൊഹാട്ടിയുടെ വർക്കില് വെസ്റ്റേൺ ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പ് പാണ്ഡിത്യതയും ഫോർ ഹോമോജനൈസിംഗ് ദി എക്സ്പീരിയൻസ് ഓഫ് നോൺ വെസ്റ്റേൺ വിമൻ എംഫസൈസിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർസെക്ഷനാലിറ്റി വിതിൻ ഗൈനോക്രിറ്റിസിസം. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, വെസ്റ്റേൺ ഫെമിനിസ്റ്റ് ചിന്താഗതിയും നോൺ വെസ്റ്റേൺ ഫെമിനിസ്റ്റ് ചിന്താഗതിയും രണ്ടും രണ്ടാണ്. കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള വെസ്റ്റേൺ അല്ലെങ്കിൽ അമേരിക്കൻസ് ഇവർക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു പഠിത്തമോ അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷനോ ലെവൽ ഓഫ് തോട്ടോ തിങ്കിങ്ങോ ഒന്നും നോൺ വെസ്റ്റേണേഴ്സിനില്ല. അന്നേരം ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് ഒരു ഹോമോജീനിയസ് ആയിട്ട്, എന്ന് വെച്ചാൽ ലോകത്തിലുള്ള സ്ത്രീകളെല്ലാം ഇങ്ങനെയാണ്, ലോകത്തിലുള്ള പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ചന്ദ്ര തൽപാട്ട് മൊഹാട്ടി അദ്ദേഹത്തിന്റെ അണ്ടർ വെസ്റ്റേൺ ഐസ് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ ഈ ഗൈനോ ക്രിറ്റിസിസവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു. Gynocriticism challenges male-centered interpretation of literature, aiming to illuminate diverse perspectives and experiences of women writers, while critiquing the patriarchal influence on literary production and reception. Through works by Showalter, Gilbert, and Goober, Moharty, criticism, gynocriticism, continues to reshape our understanding of literature and gender dynamics. Gender dynamics അല്ലെങ്കിൽ നമ്മുടെ ഈ ഗൈനോക്രിറ്റിസിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെയിൽ സെന്റേർഡ് ഇന്റർപ്രിട്ടേഷനെയാണ് അത് ചലഞ്ച് ചെയ്യുന്നത്. മെയിൽ സെന്റേർഡ് അല്ലെങ്കിൽ മെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചിന്തിക്കാതെ വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുക. വിമൻ റൈറ്റേഴ്സ് അവർ എഴുതിയത് അവരുടേതായ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് നമ്മളുടേതായ പുതിയ തോട്ട്സും ഐഡിയാസും ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാധിക്കും. അല്ലാതെ ഈ പറയുന്ന പെട്രിയാർക്കൽ സൊസൈറ്റി എഴുതപ്പെട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്തില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിനെക്കുറിച്ച് ആ ഒരു വ്യൂ പോയിന്റിൽ മാത്രമല്ല നിങ്ങൾ വായിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഈ പറയുന്ന മൊഹാട്ടിയുടെ വർക്ക് ആയിക്കോട്ടെ, ഷോൾട്ടറിന്റെ വർക്ക് ആയിക്കോട്ടെ, ഗിൽബർട്ടിന്റെ ഗൂബറിന്റെ ഒക്കെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ ലിറ്ററേച്ചറിലും ജെൻഡർ ഡൈനാമിക്സിലും പുതിയ തരം ചിന്തകളെ ഉൾപ്പെടുത്തിക്കാനും പുതിയ തരത്തിലുള്ള ഒരു തോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അന്നേരം ഗൈനോ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി തിയറിയാണ്. ഇത് എമർജ് ചെയ്തത് 1977 പബ്ലിഷ് ചെയ്ത ഷോൾട്ടറിന്റെ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന ടെക്സ്റ്റിലൂടെയാണ്. ഇതിലൂടെ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ സെന്റേർഡ് പെർസ്പെക്റ്റീവിലൂടെ ലിറ്ററേച്ചറിനെ വായിക്കാനും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ലിറ്റററി കാനനെ ചലഞ്ച് ചെയ്യാനുമാണ് അവർ ശ്രമിച്ചത്. ഷോൾട്ടറിന്റെ ഈ ടെക്സ്റ്റില് ഇതിനെ പല കാലഘട്ടങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും ആ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ വിമൻ റൈറ്റേഴ്സ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേറ്റർ സാന്ദ്ര ഗിൽബർട്ടും സൂസൻ ഗൂബറും നമ്മളുടെ ഷോൾട്ടറിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ 1979 മാഡ് വുമൻ അറ്റക്ക് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് പബ്ലിഷ് ചെയ്തു. ഈ ടെക്സ്റ്റിലും പെട്രിയാർക്കിയുടെ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്രിയാർക്കൽ സൊസൈറ്റി വിമൻ റൈറ്റേഴ്സിൽ ചെലുത്തിയിട്ടുള്ള ലിമിറ്റേഷൻസിനെ കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ചന്ദ്ര തൽപാട്ട് മൊഹാട്ടിയുടെ അണ്ടർ വെസ്റ്റേൺ ഐസ് എന്ന് പറയുന്ന 1986 വർക്കില് അദ്ദേഹം പറഞ്ഞത്
വെസ്റ്റേൺ ഫെമിനിസ്റ്റ് സ്കോളർഷിപ്പിനെയും നോൺ വെസ്റ്റേൺ വിമൻ സ്കോളർഷിപ്പിനെയും നമുക്ക് ഹോമോജനൈസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹം ഗൈനോ ക്രിറ്റിസിസത്തിന് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഗൈനോ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട് എഴുതേണ്ടത്. ഇനി എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഈ എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹെലൻ സിസോയുടെയും ജൂലിയ ക്രിസ്റ്റാവോയുടെയും ഒരു കമ്പൈൻഡ് എഫേർട്ടിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇതൊരു ഫ്രഞ്ച് ടേമാണ്. ഈ ഫ്രഞ്ച് ടേമിന്റെ മീനിങ് ഫെമിനൈൻ റൈറ്റിംഗ് എന്നാണ്. Écriture féminine is a French term meaning feminine writing, coined by feminist theorists like Helen Zizou and Julia Kristeva in 1970s. It challenges traditional literary norms and a predominantly male-dominated literary canon by seeking to capture and express female experience. ഇതെന്ന് പറയുന്നത് ഹെലൻ സീസോയും ജൂലിയ ക്രിസ്റ്റേവയും കൂടെ പബ്ലിഷ് ചെയ്ത 1970 ഒരു വർക്കിൽ നിന്നാണ് ലിറ്ററേച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നത്. അതിന്റെ അർത്ഥം ഫെമിനൈൻ റൈറ്റിംഗ് എന്നാണ്. നമുക്കതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഓക്കെ, അന്നേരം who coined the term literature feminine? That is Helen Sizou and Julia Kristeva, and it's a French term meaning feminine writing. ഈ പറയുന്ന literature feminine, it challenges the traditional literary norms and predominantly male-centered literary canon by seeking to capture and express female experience. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ലിറ്റററി നോംസിനെയൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിക്കൊണ്ട്, ഓക്കെ, അതുപോലെ തന്നെ മെയിൽ സെന്റേർഡ് വ്യൂ അല്ലെങ്കിൽ പെട്രിയാർക്കൽ സൊസൈറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും അതേപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, മാധവിക്കുട്ടിയുടെ എന്റെ കഥ മൈ സ്റ്റോറി എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തപ്പോൾ ഒരുപാട് കോളിളക്കങ്ങൾ ഉണ്ടായി. എന്തുകൊണ്ടാണ് കോളിളക്കങ്ങൾ ഉണ്ടായത്? കാരണം അന്നത്തെ ഈ പറയുന്ന പെട്രിയാർക്കൽ സൊസൈറ്റിക്ക് ആ പറയുന്ന പെണ്ണെഴുത്തിനെ സ്വീകരിക്കാനാവില്ല. അവരുടെ ചിന്തകളെയും അവരുടെ ഇമോഷൻസിനെയും ഉൾക്കൊള്ളാനോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഫെമിനെ എന്താണ് പറയുന്നത്? ഈ പറയുന്ന മെയിൽ ഡോമിനേറ്റഡ് ലിറ്റററി കാനണിനെയും അതുപോലെ തന്നെ ട്രഡീഷണൽ സൊസൈറ്റിയുടെ വ്യൂ പോയിന്റ്സിനെയും ഇങ്ങോട്ടങ്ങ് മാറ്റി നിർത്തുക, അതിനെ അങ്ങ് ഒതുക്കി നിർത്തിയിട്ട് ഈ പറയുന്ന ഫീമെയിൽ എക്സ്പീരിയൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെ പൂർണ്ണമായും മനസ്സിലാക്കുക. And is characterized by the emphasis on body, sensuality, and personal experience of women. It breaks free from conventional narrative structures and linguistic norms. ഇങ്ങനെയുള്ള ഈ ലിറ്ററേച്ചർ ഫെമിനൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതലും ശരീരവുമായിട്ടും സെൻഷ്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സെൻഷ്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ സെക്ഷൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ വ്യക്തിപരമായ ചിന്തകൾ, അനുഭവങ്ങൾ, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീ എഴുതുന്നതാണ് കൂടുതലും ലിറ്ററേച്ചർ ഫെമിനൈൻ റൈറ്റിംഗിലേക്ക് വരുന്നത്. മാധവിക്കുട്ടിയുടെ റൈറ്റിംഗ്സുകൾ പൂർണ്ണമായും അത്തരം രീതിയിലുള്ളവയായിരുന്നു. അങ്ങനെയുള്ള റൈറ്റിങ്ങുകൾ എങ്ങനെയാണ്? ഇറ്റ് ബ്രേക്സ് ഫ്രീ ഫ്രം കൺവെൻഷണൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് ലിംഗ്വിസ്റ്റിക് നോംസ്. അതുവരെ ഉണ്ടായിരുന്ന കൺവെൻഷണൽ നറേറ്റീവ് അല്ലെങ്കിൽ ട്രഡീഷണൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സിനും ലിംഗ്വിസ്റ്റിക് റൈറ്റിംഗ്സിനും എതിരെയല്ല, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ളതായിരുന്നു. Literature feminine aims to give voice to silenced or marginalized aspects of femininity, exploring themes such as sexuality, motherhood, desire, and female identity. അതുവരെ ഞാനിങ്ങനെ എഴുതിയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പലതും മാർജിനലൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പലതും സൈലൻസ് ചെയ്തു, നമ്മളുടെ വോയിസുകൾ സൈലൻസ് ചെയ്തു. ആ സൈലൻസ് ചെയ്ത വോയിസുകൾ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സിബിറ്റ് ചെയ്യാനുള്ള ടൈമാണ്. അങ്ങനെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള ഈ ലിറ്ററേച്ചർ ഫെമിനൈൻ റൈറ്റിംഗിൽ സെക്ഷുവാലിറ്റിയെ പറ്റിയും മദർഹുഡിനെ പറ്റിയും സെക്ഷൽ ഡിസേഴ്സിനെ പറ്റിയും സ്വന്തം ഫീമെയിൽ ഐഡന്റിറ്റിയെ പറ്റി വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് പല സ്ത്രീകളും താങ്കൾ ഒരു ലെസ്ബിയൻ ആണെന്നും തങ്ങളുടെ സെക്ഷൽ ഐഡന്റിറ്റി എന്താണെന്ന് ട്രൂ ആയിട്ട് റിലേറ്റ് ചെയ്തും അവര് പറയാനായിട്ടൊക്കെ തുടങ്ങി. So it challenges the idea of language neutrality and language neutrality, arguing that language carries embedded biases and power dynamics that historically favored male experience and perspectives. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ന്യൂട്രാലിറ്റിയെ അവര് ചലഞ്ച് ചെയ്തു. എന്ന് വെച്ചാൽ ആണെഴുത്ത് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് ആൾക്കാർ പറയുമായിരുന്നു.
എഴുത്തെന്ന് പറയുന്നത് കോമൺ, പക്ഷെ ഇവർ പറഞ്ഞു അങ്ങനെയല്ല, പെണ്ണെഴുത്തെന്ന് പറയുന്ന ഒരു എഴുത്ത് ഉണ്ട്. സ്ത്രീകളുടെ എഴുത്തുകൾ എൻറ്റയർലി പുരുഷന്മാരുടെ എഴുത്തുകളിൽ നിന്ന് വ്യത്യാസമാണ്. സ്ത്രീകളുടെ ചിന്തകളും അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ സ്ത്രീ ഭാഷയും സ്ത്രീകളുടെ എക്സ്പ്രഷനും വ്യത്യാസമാണെന്ന് അവർ വാദിച്ചു. Therefore, writers engaging in écriture féminine subvert or transcend established norms to authentically represent female experience, creating a space for women voices and experience within the literary landscape. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എക്രിച്ചർ ഫെമിനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൈറ്റേഴ്സ് അവർ അവരുടെ എക്സ്പീരിയൻസിന് ഒത്തന്റിക്കൽ മീൻസ് ഒറിജിനൽ ആയിട്ട്, എൻ്റെ മനസ്സിൽ ഇപ്പൊ എന്ത് വികാരമാണ് തോന്നുന്നത് അതിനെ വെട്ടിത്തിരുത്താൻ പോകുന്നില്ല, അത് അതേപടി ഞാനങ്ങ് റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫീമെയിൽ വോയിസിന് അവരുടേതായ ഒരു സ്പേസ് കിട്ടുകയും നമ്മുടെ ലിറ്റററി സാഹിത്യത്തിൽ അവരുടേതായ ഒരു ഇടം നേടിയെടുക്കാനും ഈ പറയുന്ന എക്രിച്ചർ ഫെമിനിയൻ റൈറ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്രിച്ചർ ഫെമിനൈൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ടേം ആണ്. ഇത് കോയിൻ ചെയ്തത് ഫ്രഞ്ച് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രഞ്ച് ലിറ്റററി തിയറിസ്റ്റുകളായിട്ടുള്ള ഹെലൻ സിസോയും ജൂലിയ ക്രിസ്റ്റാവയും അവരുടെ 1970 വർക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്. ഫീമെയിൽ റൈറ്റേഴ്സിന്റെ നമ്മളുടെ എക്സ്പീരിയൻസിനെ ക്യാപ്ചർ ചെയ്യുക, ഈ പറയുന്ന മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയുടെ ലിറ്റററി ട്രഡീഷനൊക്കെ എതിരായിട്ട് ഫീമെയിൽ എക്സ്പീരിയൻസിനെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ പറയുന്ന എക്രിച്ചർ ഫെമിനയിൽ നമ്മൾ നമ്മുടെ ബോഡിയും സെൻഷ്വാലിറ്റിയും പേഴ്സണൽ എക്സ്പീരിയൻസിനെയും ഒക്കെ പറയുന്നുണ്ട്. അതുവരെ എന്താ സൈലൻസ് ചെയ്തിരുന്ന, മാർജിനലൈസ് ചെയ്യപ്പെട്ടിരുന്ന പല സ്ത്രീ ശബ്ദങ്ങളും സെക്ഷുവാലിറ്റിയെ പറ്റിയും മദർഹുഡിനെ പറ്റിയും ഡിസയറിനെ പറ്റിയും ഫീമെയിൽ ഐഡന്റിറ്റിയെ പറ്റിയും സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അത് ഈ പറയുന്ന കൺവെൻഷണൽ നറേറ്റീവ് സ്ട്രക്ചറിന് എതിരായിരുന്നു. അതുപോലെ തന്നെ അന്ന് അവർ പറഞ്ഞു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ല. ലാംഗ്വേജ് രണ്ടും രണ്ടാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടേതായ ചിന്തകളും അനുഭവങ്ങളും വികാരങ്ങളും വിചാരങ്ങളും പ്രത്യേകമാണെങ്കിൽ സ്ത്രീയുടെയും പുരുഷന്റെയും ഭാഷയും വ്യത്യസ്തമാണെന്ന് അവർ വാദിച്ചു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ലിറ്ററേച്ചറിൽ അവരുടേതായ ഒരു വോയിസ് ഉണ്ടാക്കാനും അവരുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടാനും എക്രിച്ചർ ഫെമിനിയൻ റൈറ്റേഴ്സിന് സാധിച്ചു. ഓക്കെ, ഇത്രയും നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഇനി ഫെമിനിസം എന്താണെന്ന് നോക്കാം. Feminism is a socio-political and cultural movement that emerged as a response to limitations and exclusions of mainstream feminism, particularly its lack of inclusivity for women of color. ഫെമിനിസം എന്ന് പറയുന്നത് ബ്ലാക്ക് വുമണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ആണ്. അതുവരെ ഉണ്ടായിരുന്ന ഫെമിനിസത്തിൽ തന്നെ അല്ലെങ്കിൽ ഫെമിനിസത്തിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തു വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഫെമിനിസം, അല്ലെങ്കിൽ ഫെമിനിസത്തിന്റെ ലിമിറ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടേം കോയിൻഡ് ബൈ ഓഥർ ആൻഡ് activist Alice Walker in her 1983 book In Search of Our Mother's Garden, Women's Prose. Feminism encapsulates the struggles and experience of Black women, acknowledging the intersectionality of race, class, and other factors that shape a woman's identity and challenges. അന്നേരം ഈ ഫെമിനിസം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത് ആലിസ് വാക്കർ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ആക്ടിവിസ്റ്റ് ആണ്, റൈറ്റർ ആണ്, ഫെമിനിസ്റ്റ് ആണ്, ലിറ്റററി ക്രിട്ടിക് ആണ്. അവരുടെ 1983 ഇൻ സെർച്ച് ഓഫ് അവർ മദേഴ്സ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു വലിയ എസ്സേ ആണ്. അതുപോലെ തന്നെ കുറെ പ്രോസ് എസ്സേസ് വരുന്ന ഒരു ടെക്സ്റ്റ് ആണ്. അതിൻ്റെ അകത്താണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ടേം അവർ കോയിൻ ചെയ്തത്. കാരണം അത്രയും നാള് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട്. ഈ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് കൂടുതലും വൈറ്റ് വുമൻസ് ആണ്. അവർക്കിടയിൽ ഈ പറഞ്ഞ ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ബ്ലാക്ക് വുമൻസിനോട് തോന്നി തുടങ്ങി. ആ ഒരു കാലഘട്ടത്തിലാണ് ആലിസ് വാക്കർ എന്ന് പറയുന്ന ബ്ലാക്ക് ഫെമിനിസ്റ്റ് റൈറ്റർ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നു. ഫെമിനിസത്തിന്റെ അകത്ത് അവർ ഈ ഫെമിനിസത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന റേസിസത്തിനെ പറ്റിയും ക്ലാസ് സ്ട്രക്ചറിനെ പറ്റിയും ഒക്കെ അവർ ഐഡന്റിറ്റിയെ പറ്റിയൊക്കെ ചലഞ്ച് ചെയ്തവർ സംസാരിക്കാൻ തുടങ്ങി. ബ്ലാക്ക് വുമണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ഓർത്തിരിക്കുക. And is rooted in African American communities' history of resistance. Feminism celebrates and validates unique experience of Black women
while critiquing their marginalization within both feminist and broader societal framework. ഇത് കൂടുതലും ഈ ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട ആണ് കിടക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിൽ ബ്ലാക്ക് വുമൻസ് നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ പല പ്രശ്നങ്ങളെയും അവരെങ്ങനെ നേരിടുന്നു, അവരുടെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ്, ഇതിനെയൊക്കെ പറ്റി എഴുതുന്നതും അതിനെ ക്രിട്ടീക്ക് ചെയ്യുന്നതും അവരുടെ മാർജിനലൈസ് ചെയ്യപ്പെട്ട് പോയ പല സാഹചര്യങ്ങളെ പറ്റി രേഖപ്പെടുത്തുന്നതും ഒക്കെയായിരുന്നു ഈ പറയുന്ന ഫെമിനിസം. Central to feminism is the emphasis of collective strength of communities and the importance of relationship among women, highlighting sisterhood as a foundation for mutual support and empowerment. ഈ പറയുന്ന ഹ്യൂമനിസത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഇക്വലന്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു മൂവ്മെന്റ് ആയിരുന്നു സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റർഹുഡിലൂടെ ബ്ലാക്ക് വുമൻസ് പരസ്പരം അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ സപ്പോർട്ടും എംപവർമെന്റ് കൊടുത്തുകൊണ്ട് ബ്ലാക്ക് വുമൻസ് അവർക്ക് തന്നെ ഒരു സപ്പോർട്ട് നൽകുന്ന മേഖലയെ സിസ്റ്റർഹുഡ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അത് ഈ വുമനിസത്തിന്റെ ഭാഗമായിട്ട് എമർജ് ചെയ്തു വന്ന ഒന്നാണ്. Feminism has evolved to include perspectives from various ethnicities, cultures, and marginalized groups, fostering a broader understanding of women's struggles and emphasizing grassroots activism, community building, and inclusive definition of womanhood. Feminism എന്ന് പറയുന്നത് ഈ പറയുന്ന പല കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നത്. എത്തിനിസിറ്റി വരുന്നുണ്ട്, കൾച്ചർ വരുന്നുണ്ട്, പലതരം മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഫെമിനിസം അതിൻ്റെ അകത്തേക്ക് വർക്ക് ചെയ്യുന്നത്. ഫെമിനിസം വളരെ അടിത്തട്ടിൽ നിന്ന് ഗ്രാസ് റൂട്ട് ആയിട്ട് അല്ലെങ്കിൽ വളരെ അടിത്തട്ടിൽ നിന്നും കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടും അതുപോലെ തന്നെ ലാർജ് ഒരു ബ്രോഡർ സ്ട്രക്ചറിലൊക്കെ തന്നെ വിമൻഹുഡിനെ ബേസ് ചെയ്ത് വിമനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ ഇത്രയും കാര്യം ഇതിൻ്റെ അകത്ത് ഓർത്താൽ മതി. ആലിസ് വാർക്കർ എന്ന് പറയുന്ന ബ്ലാക്ക് അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്ററുടെ 1983 ഇൻ സെർച്ച് ഓഫ് മദേഴ്സ് ഗാർഡൻ എന്ന് പറയുന്ന വർക്കിലൂടെയാണ് വിമനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുറം ലോകം അറിയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ആണ്. അതുവരെ ഉണ്ടായിരുന്ന ഫെമിനിസത്തിന്റെ അകത്തുള്ള ലിമിറ്റേഷൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് വുമൺ ആയ ആലിസ് വാക്കർ എഴുതിയിട്ടുള്ളതാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഫെമിനിസത്തിനെ ബേസ് ചെയ്തിട്ട് എമർജ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പാണ് സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത്. ഈ സിസ്റ്റർഹുഡിൽ ബ്ലാക്ക് വുമൻസിന് മ്യൂച്വൽ സപ്പോർട്ടും എംപവർമെന്റും കൊടുക്കുന്നു. ഫെമിനിസം എന്ന് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും അവരുടെ എക്സ്പീരിയൻസിനെയും പുറം ലോകത്തേക്ക് അറിയിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമായിട്ടാണ് ഫെമിനിസത്തെ കണക്കാക്കിയിരുന്നത്. ഫെമിനിസ്റ്റ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് തന്നെ ബ്ലാക്ക് അമേരിക്കൻ വിമൻസ്, ആഫ്രിക്കൻ അമേരിക്കൻ വിമൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ വ്യക്തമായി കാരണം ഈ പറയുന്ന ഫെമിനിസത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ കൂടുതലും വൈറ്റ് വിമൻസ് ആണ്. ആ ഒരു ബ്ലാക്ക് വിമൻസിന്റെ എക്സ്പീരിയൻസിനെ മാർജിനലൈസ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫെമിനിസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ അവർ കണ്ട ഒരു മാർഗമായിരുന്നു ഫെമിനിസം. The next ആണ് Marxist feminism. Marxist feminism emerged in late 20th century, blending Marxist analysis of class struggles and capitalist exploitation with feminist insights into gender oppression and patriarchy. മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് ഈ ലേറ്റ് 20th സെഞ്ചുറിയിൽ തന്നെയാണ് ഇതും എമർജ് ചെയ്യുന്നത്. ഇതെല്ലാം ലേറ്റ് 20th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് ക്ലാസ് സ്ട്രഗിൾസും ക്യാപിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റ് ജെൻഡർ ഓപ്പറേഷൻ, ഫോർ എക്സാമ്പിൾ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് വേൾഡ് വാറിനൊക്കെ മുൻപ് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിന് മുൻപ് വരെ ഫാക്ടറികളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒന്നും തന്നെ സ്ത്രീകൾക്ക് ജോലി കിട്ടില്ല. സ്ത്രീകൾക്ക് ജോലി കിട്ടുന്ന മേഖല എന്ന് പറയുന്നത് ഒന്നുകിൽ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലെ അടുക്കള ജോലി, ക്ലീനിങ്, ഇങ്ങനെയുള്ള മേഖലകളിൽ മാത്രമേ സ്ത്രീകളെ ജോലികൾക്ക് എടുത്തിരുന്നുള്ളൂ. അതും അവർക്ക് വളരെ തുച്ഛമായ പണമായിരുന്നു നൽകിയിരുന്നത്. ലേറ്റർ ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാറോട് കൂടി പുരുഷന്മാരെല്ലാം തന്നെ യുദ്ധത്തിന് പോവുകയും അവിടെ ഒരുപാട് വേക്കൻസീസ്, ഷോർട്ടേജസ് അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ സ്ത്രീകൾ പല ഫാക്ടറികളിലും ഓഫീസുകളിലും ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുവരെ അവർ അനുഭവിച്ചിരുന്ന ഒരു ഒപ്രഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ജെൻഡർ ഒപ്രഷൻ. പിന്നീട് സ്ത്രീകൾ പല ഫാക്ടറികളിൽ വന്നെങ്കിൽ കൂടിയും സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന വേതനം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ 1/3 കുറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇതിനെ പറ്റിയിട്ട് പറയുന്നതാണ് മാർക്സിസ്റ്റ് ഫെമിനിസം.
It seeks to understand the intersection of class and gender dynamics within the capitalist system, recognizing their interconnectedness and mutual reinforcement. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് ക്യാപിറ്റൽ സിസ്റ്റത്തിനെയും പറ്റി പഠനം നടത്തുന്നു, ജെൻഡർ ഡൈനാമിക്സിനെ പറ്റി പഠനം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ ക്യാപിറ്റലിസവും ജെൻഡർ ഡൈനാമിക്സും എങ്ങനെ ഇന്റർ കണക്ട് ആയി നിൽക്കുന്നു, അവർ പരസ്പരം എങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൻഡർ സൊസൈറ്റി എന്ന് വെച്ചാൽ പെട്രിയാർക്കൽ സൊസൈറ്റി മെയിൽസിന് കൂടുതൽ വേതനം നൽകുമ്പോൾ ഫീമെയിൽസിന് കുറവാണ് നൽകുന്നത്. സോ ഇതിനെയാണ് ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് മ്യൂച്വൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹേദി ഹാർഡ്മാൻസ് 1979 essay, The Unhappy Marriage of Marxism and Feminism, critiques a traditional Marxist thought for sidelining gender issues and highlights the need to address gender-based oppression alongside caste struggle. 1979 പബ്ലിഷ് ചെയ്ത ഹെയ്തി ഹാർഡ്മാന്റെ അൺഹാപ്പി മാരേജ് ഓഫ് മാർക്സിസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്ന എസ്സേയിൽ അവർ ഈ പറയുന്ന ജെൻഡർ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ്. മാർക്സിസവും ജെൻഡർ ഇഷ്യൂസും അല്ലെങ്കിൽ മാർക്സിസവും ഫെമിനിസവും തമ്മിൽ കോയിൻ ചെയ്തപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം മാർക്സിസത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ പലപ്പോഴും അത് ക്ലാസ് സ്ട്രഗിൾസിലാണ് അവസാനിച്ചത്. ഒപ്രഷൻ ഓഫ് ക്ലാസ് സ്ട്രഗിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് ഇങ്ങനെയുള്ള 3 സൊസൈറ്റികളിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 സൊസൈറ്റികളിലെയും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പർ ക്ലാസ് ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, ലോവർ ക്ലാസ് ആയിക്കോട്ടെ, ആ സൊസൈറ്റികളിലെല്ലാം സ്ത്രീകൾ കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഫെമിനിസവും മാർക്സിസവുമായിട്ട് കൂടി ചേർന്നെങ്കിൽ കൂടി ഈ ജെൻഡർ ഇഷ്യൂസിനെ ഒഴിവാക്കാനായിട്ട് മാർക്സിസത്തിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഫെമിനിസത്തിന് സാധിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. Silvia Federici's Caliban and the Witch 2004, an essay, explores the historical link between capitalism and subjugation of women, arguing that capitalism's rise was tied to the persecution of women as witches, which maintained a submissive labor force. സിൽവിയ ഫെഡറിച്ചിയുടെ 2004 ഇറങ്ങിയിട്ടുള്ള ഒരു എസ്സേയാണ് കാൽവിൻ ആൻഡ് ദ വിച്ച്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ക്യാപിറ്റലിസവും സ്ത്രീകളെ സബ്ജിഗേറ്റ് ചെയ്യുന്ന വിധവും എങ്ങനെ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എങ്ങനെയാണ് സ്ത്രീകളെ സബ്ജിഗേറ്റ് ചെയ്ത് അടിച്ചമർത്തുന്നത് എന്നുള്ളതിന്റെ കാര്യത്തിൽ അവർ വ്യക്തമായൊരു അവതരണം അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളെ പതനത്തിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തി ഉണർന്നു വന്നതാണെന്ന് അവർ വാദിക്കുന്നു. അതിനോടൊപ്പം തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ലേബർ ഫോഴ്സ് കൂട്ടാനും അവർക്ക് സാധിക്കുന്നു എന്ന് അവർ വാദിക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീ ഉന്നമന, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ ഗ്രീക്കിലെ അഥീന, അഥീന എന്ന് പറയുന്ന വളരെ ഗണിതത്തിലൊക്കെ പ്രാഗൽഭ്യമേറിയ ഒരു വനിതയുണ്ടായിരുന്നു. ലേറ്റർ ആ വനിതയെ വളരെ പ്രോമിനന്റ് ആയിരുന്നു അഥീന. അന്നേരം അക്കാഡമിയിൽ, പ്ലേറ്റോയുടെ അക്കാഡമിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അഥീനയെ അറ്റ് ലാസ്റ്റ് ഹൈപ്പേഷ്യ എന്നാണ് പേര്. അഥീന വേറെയാണ്, ഹൈപ്പേഷ്യ. അങ്ങനെയുള്ള ഹൈപ്പേഷ്യയെ അറ്റ് ലാസ്റ്റ് അവരൊരു വിച്ചായിട്ട് കണക്കാക്കുകയും അവരെ ചുട്ടുകൊല്ലുകയുമാണ് ചെയ്തിരുന്നത്. ഈ പറയുന്ന ഹൈപ്പേഷ്യക്ക് ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും അതുപോലെ തന്നെ നമ്മളുടെ മെഡിസിനിലും ഒക്കെ വളരെയധികം അറിവുണ്ടായിരുന്നു. കാരണം ഹൈപ്പേഷ്യയുടെ പിതാവ് ഒരു ജ്യോതിശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും കൂടെയായിരുന്നു. തൻ്റെ ഏക മകളായ ഹൈപ്പേഷ്യയെ ഈ പറഞ്ഞിട്ടുള്ള അറിവ് നൽകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ലേറ്റർ അദ്ദേഹം വർക്ക് ചെയ്യുന്ന അതേ യൂണിവേഴ്സിറ്റിയിൽ ഹൈപ്പേഷ്യയും കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന ആൾക്കാർ പലപ്പോഴും ഹൈപ്പേഷ്യയുമായിട്ട് പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയും ഹൈപ്പേഷ്യയെ ഒരു വിച്ചായിട്ട് മുദ്ര കുത്തി അവരെ കൊന്നുകളയുകയും ചെയ്തു. അന്നേരം ഇതൊക്കെ സിൽവിയ ഫെഡറിച്ചിയുടെ വർക്കിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി വളർന്നു വരുന്ന സ്ത്രീയെ സബ്മർജ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സബ്ജുഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, അറ്റ് ലാസ്റ്റ് അതിന് വഴങ്ങാത്ത സ്ത്രീകളെ അവർ വിച്ചായിട്ട് കണക്കാക്കുന്നതെന്നൊക്കെ അവർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. Then, Nancy Fraser's work expands on Marxist feminism by examining the concept of recognition within capitalist society, emphasizing the need for economic redistribution and cultural representation to address both economic and gender inequality. നാൻസി ഫ്രോസ്റ്ററിന്റെ വർക്കിൽ അവർ മാർക്സിസ്റ്റ് ഫെമിനിസത്തിന്റെ എക്സ്പാൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ പല കോൺസെപ്റ്റുകളെ അവർ എക്സാമിൻ ചെയ്യാണ്.
എന്നിട്ട് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അതെങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നു. ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എക്കണോമിക്കലായിട്ട് ജെൻഡർ ഇക്വാളിറ്റീസിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു ഇതിനെ പറ്റിയിട്ടാണ് നാൻസി ഫ്രാസർ പറഞ്ഞത്. അന്നേരം നാൻസി ഫ്രാസർ മാർക്സിസ്റ്റ് ഫെമിനിസത്തിനെ കുറച്ചുകൂടെ വിപുലീകരിച്ചു. അവര് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ നീഡ്സിനെ പറ്റി പറയാൻ തുടങ്ങി. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ എക്കണോമി എങ്ങനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നുവെന്നും അത് കൾച്ചറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ എക്കണോമി ജെൻഡർ ഇൻഇക്വാളിറ്റി നിലനിർത്തുന്ന തരത്തിലാണോ അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി ഇത് കൊണ്ടുവരുന്നുണ്ടോ എന്നൊക്കെ അവർ അനലൈസ് ചെയ്തു. Marxist feminism underscores that women's oppression is intertwined with the economic structures, calling for re-evaluation of traditional Marxist thought to accommodate gender-related struggles and envisioning a society where both economic and gender-based disparities are dismantled simultaneously. മാർക്സിസ്റ്റ് ഫെമിനിസം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് സ്ട്രക്ചേഴ്സ് ഈ എക്കണോമിക് സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറയുന്ന ഒപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്നിൽ ചവിട്ടിയിട്ടേ മറ്റൊന്നിലേക്ക് കയറാൻ പറ്റൂ എന്നുള്ള ചിന്താഗതിയായിരുന്നു മാർക്സിസത്തിനുണ്ടായിരുന്നത്. അന്നേരം സ്ത്രീകളെ സബ്മർജ് ചെയ്തുകൊണ്ട് പുരുഷന്മാർ മുകളിലേക്ക് കയറുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു മാർക്സിസവും ചുവടുപിടിച്ചിരുന്നത്. ക്യാപിറ്റലിസത്തിലേക്ക് ഉയരണമെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള ലേബർ ഫോഴ്സുകൾ, കൂടുതൽ പണിയെടുക്കുന്ന സ്ത്രീകളെ യാതൊരു തരത്തിലുള്ള വേതനങ്ങളും പ്രോപ്പറായിട്ട് നൽകാതെ അവർ കൂടുതലായി പല സ്ഥലങ്ങളിലും പണിയെടുപ്പിക്കാൻ തുടങ്ങി. ഇതിനെയൊക്കെ പറ്റിയിട്ട് ഈ പറയുന്ന നാൻസി ഫ്രാസറിന്റെ വർക്കിലായാലും സിൽവ ഫെഡ്രിച്ചിയുടെ വർക്കിലായാലും ഹേദി ഹാർഡ്മാന്റെ വർക്കിലായാലും അവർ പ്രതിപാദിക്കുന്നുണ്ട്. സോ മാർക്സിസ്റ്റ് തോട്ട് ടു അക്കോമഡേറ്റ് ജെൻഡർ റിലേറ്റഡ് സ്ട്രഗിൾസ്. അതുപോലെ തന്നെ മാർക്സിസം ഈ പറയുന്ന ജെൻഡർ റിലേറ്റഡ് സ്ട്രഗിൾസിനെ പറ്റിയും ജെൻഡർ ക്ലാസ് ഇഷ്യൂസിനെ പറ്റിയും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ വിഷനെ പറ്റിയും ഈ ജെൻഡർ ഡിസ്പാരിറ്റിയെ പറ്റിയും ഒക്കെ തന്നെ മാർക്സിസ്റ്റ് ഫെമിനിസം സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അന്നേരം മാർക്സിസ്റ്റ് ഫെമിനിസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ നിങ്ങളൊന്ന് നോക്കി പോവുക. ദെൻ കംസ് ടു ഫ്രഞ്ച് ഫെമിനിസം. നമ്മൾ ഫ്രഞ്ച് ടേം ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ പഠിച്ചു, എക്രിച്ചർ ഫെമിനെ. അതൊരു ഫ്രഞ്ച് ടേം ആണ്, കോയിൻഡ് ബൈ ഹെലൻ സിസോ ആൻഡ് ജൂലിയ ക്രിസ്റ്റേവ ഇൻ 1970s. ഓക്കെ, അന്നേരം അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫെമിനിസം എന്താണെന്ന് നോക്കാം. ഇനി പല ഫെമിനിസം ഉണ്ട്, ബ്ലാക്ക് ഫെമിനിസം, ഓക്കെ, പോസ്റ്റ് വാർ ഫെമിനിസം, ഇങ്ങനെയൊക്കെ ഒരുപാട് ഫെമിനിസം പഠിക്കാനുണ്ട്. അന്നേരം മാർക്സിസ്റ്റ് ഫെമിനിസം കഴിഞ്ഞ് ഫ്രഞ്ച് ഫെമിനിസം. French feminism emerging in late 20th century introduced a unique perspective on gender, power, society, challenging traditional feminist ideologies. ഇതും ലേറ്റ് 20th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്യുന്നത്. ജെൻഡറിനെ പറ്റിയും പവറിനെ പറ്റിയും സൊസൈറ്റിയെ പറ്റിയും പുതിയ തരത്തിലുള്ള ചിന്തകൾ നൽകിക്കൊണ്ട് ട്രഡീഷണൽ ഫെമിനിസ്റ്റ് ഐഡിയോളജീസിനെയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു ഫ്രഞ്ച് ഫെമിനിസം. ഫ്രഞ്ച് ഫെമിനിസത്തിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരായിരുന്നു സിമൻ ഡി ബൊവേ, ബൊവേർ എന്നൊന്ന് വായിക്കരുത്, സിമൻ ഡി ബൊവേ, ജൂലിയ ക്രിസ്റ്റാവ, ഹെലൻ സിസോ. അന്നേരം ഇവരെല്ലാം അതുപോലെ തന്നെ ലൂസി ഇറുഗരെ. കണ്ടോ, ഈ 4 റൈറ്റേഴ്സ് ഫ്രഞ്ച് ഫെമിനിസ്റ്റുകൾ എന്നറിയപ്പെടുന്നു. സിമൻ ഡി ബൊവേ, ജൂലിയ ക്രിസ്റ്റാവ, ഹെലൻ സിസോ, ലൂസി ഇറുഗാരെ. ഇവർ ഇത്രയും പേരും ഫ്രഞ്ച് ഫെമിനിസ്റ്റുകളാണ്. സിമൻ ഡി ബൊവയുടെ 1949 പബ്ലിഷ് ചെയ്ത സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ഒരു വർക്ക് ഉണ്ട്. അതാണ് ഫ്രഞ്ച് ഫെമിനിസത്തിന് അടിത്തറ പാകിയത്. ഇറ്റ് എക്സാമിൻ ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് വിമൻഹുഡ്, അസർട്ടിംഗ് ദാറ്റ് വിമൻ ആർ മെയ്ഡ് നോട്ട് ബോൺ ത്രൂ സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ ആൻഡ് നോംസ്. 1949 സെക്കൻഡ് സെക്സിൽ ബൊവെ പറഞ്ഞത് സ്ത്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീത്വം എന്ന് പറയുന്നത്, വുമൻഹുഡ് എന്ന് വെച്ചാൽ സ്ത്രീത്വം, സ്ത്രീത്വം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. സ്ത്രീ ജനിക്കുകയല്ല, സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിക്കുകയല്ല, മറിച്ച് സൊസൈറ്റി അവളെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ നടക്കണം, നീ ഇങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള ചില ചിട്ടക്കൂടുകളിലൂടെ സ്ത്രീത്വത്തെ അവർ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം സൊസൈറ്റിക്ക് കുറച്ച് എക്സ്പെക്ടേഷൻസ് സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു രൂപത്തോട് അല്ലെങ്കിൽ ആ ഒരു ജെൻഡറിനോട് ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് വിമൻ ഈസ് നോട്ട് ബോൺ ബട്ട് മെയ്ഡ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി ജൂലിയ ക്രിസ്റ്റേവ, she is known for psychoanalytic feminism, explored the relationship between women, creativity and mental health in female genius, Life Madness words. She critiqued the perception of female artists as inherently unstable, drawing from psychoanalysis and linguistics. ജൂലിയ ക്രിസ്റ്റേവ അവർ സൈക്കോ അനലിറ്റിക്കൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശസ്തിയാണ്. അവർ കൂടുതലായിട്ടും
സ്ത്രീകളെ പറ്റിയും എന്ന് വെച്ചാൽ സ്ത്രീയും അവരുടെ ക്രിയേറ്റിവിറ്റിയും മെന്റൽ ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ കൂടുതൽ പഠനങ്ങൾ നടത്തിയത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഫീമെയിൽ ജീനിയസ്, ലൈഫ് മാഡ്നസ് ആൻഡ് വേർഡ്സ്. ഇതിൻ്റെ അകത്ത് അവർ ഈ പറഞ്ഞിട്ടുള്ള വിമൻ ക്രിയേറ്റിവിറ്റി, മെന്റൽ ഹെൽത്ത് ഇതിനെയൊക്കെ പറ്റി റിലേറ്റ് ചെയ്ത് പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈക്കോ അനാലിസിസിനും ലിംഗ്വിസ്റ്റിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ അല്ലെങ്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ പെർസെപ്ഷനെയും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ക്രിട്ടിസൈസ് ചെയ്യുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Then comes Helen Ciso. Helen Ciso's essay Laugh of Medusa, published in 1975, challenged the phallocentric language and literature, advocating for women to reclaim their bodies and voices through writing. She called for a unique feminine writing style that breaks away from established norms. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ എക്രിച്ചർ ഫെമിനെ എന്ന് പറയുന്നത് ഇല്ലേ? എക്രിച്ചർ ഫെമിനെ എന്ന് പറയുന്നത് നമ്മുടെ സീസോയും ക്രിസ്റ്റോയും കൂടെ കൊണ്ടുവന്നൊരു ടേമാണ്. അന്നേരം ഇതെന്ന് പറയുന്നത് ലാഫ് ഓഫ് മെഡിസൺ എന്ന് പറയുന്നത് 1975 അവരുടെ ഒരു എഴുതിയൊരു എസ്സേ ഉണ്ട്. ആ ഒരു എസ്സേ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് സൊസൈറ്റിയിൽ കൊണ്ടുവന്നു. അത് അവർ പറഞ്ഞത് ചലഞ്ചിന്റെ ഫാലോസെൻട്രിക് എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വ ഭാഷയും സാഹിത്യവും. അതാണ് ഫാലോസെൻട്രിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. പുരുഷ മേധാവിത്വ ഭാഷയും സാഹിത്യവും ഇതിനെ അവർ ചലഞ്ച് ചെയ്തു. എന്നിട്ട് പറഞ്ഞു സ്ത്രീകൾക്ക് അവരുടേതായ ശരീരവും വോയിസും റൈറ്റിങ്സും ഉണ്ട്. അല്ല, നിങ്ങളുടെ റൈറ്റിങ്സ് കടമെടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, നിങ്ങളുടെ സ്റ്റൈല് കോപ്പി ചെയ്യേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയാണ് ഒരു ഫെമിനൈൻ സ്റ്റൈൽ ഉടലെടുക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ആൻഡ് റൂൾസും ഒക്കെ ഉണ്ടാകും. Then comes Lucy Irigaray. Lucy Irigaray's works such as Speculum of Other Women, published in 1964, focused on representation of female body in language and culture. She critiqued women's objectification and advocated for new discourse that values women's subjectivity. Speculum of Other Women എന്ന് പറയുന്നത് 1974 പബ്ലിഷ് ചെയ്തതാണ് ലൂസി ഇർഗാറയുടെ വർക്ക്. ഇതിലൂടെ അവർ ഫീമെയിൽ ബോഡിയും ലാംഗ്വേജിനെയും കൾച്ചറിനെയും റെപ്രസെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അവർ പറഞ്ഞതെന്ന് വെച്ചാൽ വിമൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്ടിഫിക്കേഷൻ അല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരിക്കലും ഒരു അണ്ടർ ഗാർമെന്റ് പരസ്യത്തിലല്ലാതെ എനിക്കറിയാൻ വയ്യ പുരുഷന്മാർ എപ്പോഴെങ്കിലും ന്യൂഡ് ബോഡീസിൽ അല്ലെങ്കിൽ ന്യൂഡോ അല്ല വളരെ ലെസ് ഡ്രസ്ഡ് ആയിട്ട് വരാറുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പരസ്യം എടുത്ത് നോക്കിയിട്ട് ഒരു സോപ്പിന്റെ പരസ്യം എടുത്താലും ഒരു പൗഡറിന്റെ പരസ്യം എടുത്താലും ക്രീമിന്റെ പരസ്യം എടുത്താലും ഈവൻ എന്തിന്റെ പരസ്യം എടുത്താലും അതിൻ്റെ അകത്തൊക്കെ സ്ത്രീകളെ കാണിക്കുന്ന വെച്ചാൽ വൾഗാരിറ്റി നിറച്ചിട്ടാണ്, കുറച്ച് ലെസ് ഡ്രസ്ഡ് ആയിട്ടാണ്. ഓക്കെ, പക്ഷെ ഇതിൻ്റെ അകത്തൂടെ ലൂസി ഇർഗാറെ പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് അല്ല. ഓക്കെ, ഇപ്പം ഒരു സിനിമയിൽ നായിക ഹിപ്പ് ഹോപ്പ് ഡാൻസ് കളിക്കുമ്പോൾ അവര് ബോഡി മുഴുവൻ മറച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് രസം തോന്നുന്നില്ല. കാരണം സ്ത്രീ അവനെ അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ഡ്രസ്ഡ് ആയിട്ടാണ്, കുറച്ച് വൾഗറായിട്ട്, കുറച്ച് സെക്സി ആയിട്ടൊക്കെ കാണും. അന്നേരം സ്ത്രീ അവിടെ ഒബ്ജക്റ്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിഫിക്കേഷനാണ് ലൂസി ഇർഗാറ അവരുടെ വർക്കിലൂടെ സ്പെക്കുലം ഓഫ് അതർ വിമൻ എന്ന് പറയുന്ന ആ ഒരു വർക്കിലൂടെ അവരെ ക്രിട്ടിസൈസ് ചെയ്തു. ആൻഡ് അഡ്വക്കേറ്റ് ഫോർ ന്യൂ ഡിസ്കോഴ്സ് ദാറ്റ് വാല്യൂസ് വിമൻ സബ്ജക്ടിവിറ്റി. സ്ത്രീയുടെ ശരീരമല്ല അല്ലെങ്കിൽ സ്ത്രീയുടെ ആകൃതിയൊന്നുമല്ല, അവരുടെ ചിന്തകളെയും അവരുടെ ബൗദ്ധികമായ ശേഷിയും അവരുടെ കഴിവിനെയുമാണ് നമ്മൾ മാനിക്കേണ്ടത്, അല്ല സ്ത്രീ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കരുതെന്ന് അവർ പറഞ്ഞു. French feminism has shaped temporary feminist theory by challenging conventional notions of gender, language, and societal norms. Figures like Simone de Beauvoir, Julia Kristeva, Helen Ciso, and Lucy Irigaray have introduced revolutionary ideas, sparking discussions about gender equality and women voices and representation, and prompting broader conversations about intersections of language, culture, and power in constructing gender identities. ഫ്രഞ്ച് ഫെമിനിസത്തിലെ ഫ്രഞ്ച് ഫെമിനിസ്റ്റ് തിയറീസ് പല വിധത്തിലൂടെ ജെൻഡറിനെയും ലാംഗ്വേജിനെയും സൊസൈറ്റൽ നോംസിനെയും ഒക്കെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന ബെവയും ക്രിസ്റ്റേവയും സീസോയും ഇർഗാരയും എല്ലാം തന്നെ അവരുടേതായ പല ഐഡിയാസും ഫ്രഞ്ച് ഫെമിനിസത്തിലൂടെ അവർ കൊണ്ടുവന്നു. അതുവഴി ജെൻഡർ ഇക്വാളിറ്റി വരാനും അതുപോലെ തന്നെ വുമൻസ് വോയിസിനെ റെപ്രസെന്റ് ചെയ്യാനും വുമൻസിന്റെ റൈറ്റിങ്സിനെ റെപ്രസെന്റ് ചെയ്യാനും
കൂടുതൽ കോൺവേഴ്സേഷൻസ് വിമൻസ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നടത്താനും ലാംഗ്വേജിലായിക്കോട്ടെ കൾച്ചറിലായിക്കോട്ടെ ഒക്കെ ഒരു പവർ ജനറേറ്റ് ചെയ്യാനും ജെൻഡർ ഐഡന്റിറ്റീസിൽ ഒരു പവർ ജനറേറ്റ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അന്നേരം ഫ്രഞ്ച് ഫെമിനിസം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രഞ്ച് ഫെമിനിസവും ഈ പറഞ്ഞ പോലെ ലേറ്റ് 20th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്തു വന്നത്. ജെൻഡർ പവർ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ട്രഡീഷണൽ ഫെമിനിസ്റ്റ് ഐഡിയോളജീസിനെ ഇതെല്ലാം റിവോക്ക് ചെയ്യുന്നുണ്ട്. സിമൺ ഡി ബൊവയും ജൂലിയ ക്രിസ്റ്റവയും ഹെലൻ സിസോയും ലൂസി റേഗറയൊക്കെ ഇതിന്റെ മെയിൻ വ്യക്താക്കളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. Then comes lesbian feminism. Lesbian feminism emerged in late 20th century, representing an intersection of feminist ideals and lesbian identity, aiming to challenge the patriarchal structures and heteronormativity. ലെസ്ബിയൻ ഫെമിനിസവും ഈ പറഞ്ഞ പോലെ തന്നെ ലേറ്റ് 20th സെഞ്ചുറിയിലാണ് എമർജ് ചെയ്തു വന്നത്. ഇതിൻ്റെ അകത്ത് അവർ ചെയ്യുന്നത് ഫെമിനിസ്റ്റ് ഐഡിയൽസ് റിഗാർഡിങ് ലെസ്ബിയൻ ഐഡന്റിറ്റി, ആ ഒരു ലെസ്ബിയൻ ഐഡന്റിറ്റിയെ ഫെമിനിസവുമായിട്ട് കണക്ട് ചെയ്യുക. കണ്ടോ, ലെസ്ബിയൻ ഐഡന്റിറ്റി നേരത്തെ പറഞ്ഞ പോലെ പണ്ട് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അവരുടെ ഐഡന്റിറ്റി അവർ പറയണമെന്നില്ല, അവർക്ക് ഇഷ്ടങ്ങൾ പറയണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫെമിനിസ്റ്റ് റൈറ്റിങ്സുകൾ വന്നു തുടങ്ങിയത്. ഓക്കെ, അങ്ങനെ ആയപ്പോഴത്തേക്ക് അവരുടെ ഐഡന്റിറ്റി എന്താണോ, അവർക്ക് പറയാനുള്ളത് എന്താണോ, ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് പല റൈറ്റേഴ്സും അവരുടെ ട്രൂ ഐഡന്റിറ്റി എന്താണ് വെളിപ്പെടുത്തിയത്. അങ്ങനെ വന്നതാണ് ലെസ്ബിയൻസ്. ഈ ലെസ്ബിയൻ ഐഡന്റിറ്റിയെ ബന്ധപ്പെട്ട ആൾക്കാർ ഗ്രൂപ്പുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടായതാണ് ലെസ്ബിയൻ ഫെമിനിസം. സോ ദേ ട്രൈ ടു ചലഞ്ച് പെട്രിയാർക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെട്രോനോർമേറ്റിവിറ്റി. അന്നേരം അവരെന്താണ് ചെയ്തത്, ഈ പറയുന്ന പെട്രിയാർക്കൽ സ്ട്രക്ചറിനെ ചലഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഹെട്രോനോർമേറ്റിവിറ്റി, പുരുഷനും സ്ത്രീയുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയെ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. Lesbian or Women by Del Martin and Phyllis Leon explored lesbians' experience within the feminist movement, highlighting the challenges of sexism and homophobia, and advocated for inclusivity and intersectionality in women's liberation. ഡെൽ മാർട്ടിനും ഫിലിസ് ലിയോണും കൂടെ പബ്ലിഷ് ചെയ്ത 1972 പബ്ലിഷ് ചെയ്ത വർക്കാണ് ലെസ്ബിയൻ ഓർ വിമൻ. ഇതിലൂടെ ലെസ്ബിയൻസിന്റെ എക്സ്പീരിയൻസ് ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സിൽ നിന്നുകൊണ്ട് ഈ ലെസ്ബിയൻസിന്റെ എക്സ്പീരിയൻസിനെ പറ്റി എഴുതാനായിട്ടാണ് ശ്രമിച്ചത്. കാരണം ഫെമിനിസം ആയാൽ തന്നെ ഈ ഹെട്രോനോർമേറ്റിവിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ ഇവർ അതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഫെമിനിസത്തിന്റെ ഉള്ളിലുള്ള ലെസ്ബിയൻ വിമൻസിനെ പറ്റി അല്ലെങ്കിൽ ലെസ്ബിയൻ എക്സ്പീരിയൻസ് ഓഫ് വിമൻസിനെ പറ്റി ഇവർ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് തുടങ്ങി. സെക്സിസത്തിൽ ഇവർ നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചും സൊസൈറ്റി ഇങ്ങനെയുള്ള ഹോമോഫോബിയായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചും ഈയൊക്കെ ഇവരെ വിമൻ ലിബറേഷനെ കുറിച്ചും ഒക്കെ ആയിട്ട് ഡെൽ മാർട്ടിനും ഫിലിസ് ലിയോണും കൂടെ ചർച്ച ചെയ്തു. Later, Adrien Rich essay, Compulsory Heterosexuality and Lesbian Existence, published in 1980, critiqued the societal assumptions of heterosexuality as a default, asserting lesbian existence as a form of resistance against patriarchal norms and means of reclaiming agency over one's sexuality. അഡ്രിന റിച്ചിന്റെ എസ്സേ ആണ് കമ്പൾസറി ഹെറ്ററോസെക്ഷാലിറ്റി ആൻഡ് ലെസ്ബിയൻ എക്സിസ്റ്റൻസ്. ഈ ഒരു എസ്സേയിലൂടെ അവര് സൊസൈറ്റൽ അസംഷൻസ് ഓഫ് ഹെറ്ററോസെക്ഷാലിറ്റി, ഈ ഹെറ്ററോസെക്ഷാലിറ്റിയെ പറ്റിയിട്ടുള്ള സൊസൈറ്റിയുടെ ധാരണ അത് തെറ്റാണെന്നും, അതുപോലെ തന്നെ ഈ ലെസ്ബിയൻ എക്സിസ്റ്റൻസ്, ലെസ്ബിയൻസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഇഷ്ടമുണ്ടെന്നും പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ ഇഷ്ടമുണ്ടെന്നും അതിനെ തടുക്കാൻ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റിക്ക് സാധിക്കുന്നില്ലെന്നും, ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മാത്രം അവകാശമാണെന്നും അഡ്രീനെ റിച്ച് അവരുടെ കമ്പൾസറി ഹെറ്ററോസെക്ഷുവാലിറ്റി ആൻഡ് ലെസ്ബിയൻ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അവരുടെ എസ്സേയിലൂടെ വാദിച്ചു. അഡ്രീനെ റിച്ചും ഒരു ലെസ്ബിയനാണ്. Sappho was a Right on Women by Sydney Abbott and Barbara Lau in 1972, aimed to uncover and celebrate lesbian history, challenging the erasure of lesbian contribution to mainstream narratives and fostering pride and belonging within the lesbian community. അതുപോലെ തന്നെ 1972 ആബോട്ടും ബാർബറ ലൗവും കൂടെ പബ്ലിഷ് ചെയ്ത മറ്റൊരു എസ്സേയാണ് സാഫോ വാസ് റൈറ്റ് ഓൺ വിമൻ. ഇതിൻ്റെ അകത്തൂടെ അവർ ലെസ്ബിയൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ലെസ്ബിയൻ വിമൻസിന്റെ ഒരു ഹിസ്റ്ററി അൺഫോൾഡ് ചെയ്യും, അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് ലെസ്ബിയൻസിനും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുമെന്നും അവരുടെ നറേറ്റീവ്സ് മെയിൻ സ്ട്രീം നറേറ്റീവ്സിലേക്ക് കൊണ്ടുവരണമെന്നും അതുവഴി ഈ പറയുന്ന ഫെമിനിസത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇവർക്ക് നൽകാനും ലെസ്ബിയൻ കമ്മ്യൂണിറ്റി ഉയർന്നു വരാനും കാരണമാകുന്നത് ഈ പറയുന്ന ആബട്ടും
ബാർബറ ലോവും ബാധിച്ചു. Amazon Odyssey by Tigris Atkinson, published in 1974, explored separatism as a strategy for dismantling patriarchal structures, arguing that forming autonomous communities could resist male-dominated institutions effectively. ആറ്റിക്സന്റെ 1974 പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് ആമസോൺ ഒഡീസി. അതിലൂടെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തുള്ള പെട്രിയാർക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെട്രോനോർമേറ്റീവ് ആണ് അല്ലെ. സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കുന്നു, അവർക്ക് കുട്ടികളുണ്ടാകും. അതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്ക് സ്ത്രീക്ക് പല സമയങ്ങളും റെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, സ്ത്രീ വീട്ടിലാകപ്പെടുന്നു. അന്നേരമാണ് എന്ത് പറ്റുന്നത്, ഈ പെട്രിയാർക്കൽ ഡോമിനേഷൻ ഉണ്ടാകുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയെ റെസിസ്റ്റ് ചെയ്യാനുണ്ട് ഹോമോഫോബിക് ആയിട്ടുള്ള മാറാം. അല്ലെങ്കിൽ പുരുഷൻ പുരുഷനെ പ്രണയിക്കുന്നു, സ്ത്രീ സ്ത്രീയെ പ്രണയിക്കുന്നു. അന്നേരത്തേക്ക് എന്ത് പറ്റുന്നു, ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പവർ ഡോമിനേഷൻ സ്ട്രക്ചറിലെ വേരിയേഷൻ വരുന്നില്ല. സ്ത്രീയും സ്ത്രീയുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അവിടെ പവർ റിലേഷൻഷിപ്പ് അവിടെ പുതുതായിട്ട് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കയറിയോ ഇറങ്ങിയോ ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അന്നേരം ലെസ്ബിയൻ ഫെമിനിസം ഇമ്പോർട്ടൻ്റ് ആണ്. ലേറ്റ് 20th സെഞ്ചുറിയിലാണ് ഇത് എമർജ് ചെയ്തത്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ലെസ്ബിയൻ ഐഡന്റിറ്റീസിനെ സെലിബ്രേറ്റ് ചെയ്യാനും പാട്രിയാർക്കൽ സ്ട്രക്ചറിനെയും ഹെട്രോനോർമേറ്റിവിറ്റിയും ചലഞ്ച് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത്. ഫില്ലിസിന്റെയും മാർട്ടിന്റെയും ഒരു എസ്സേ ആണ് ലെസ്ബിയൻ ഓർ വിമൻ. ഇതിലൂടെ അവർ പറയുന്ന ലെസ്ബിയൻസ് അനുഭവിക്കുന്ന ചലഞ്ചസിനെ കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് സ്ട്രക്ചേഴ്സിൽ ലെസ്ബിയൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, അവർ മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയ സാഹചര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്രിന റിച്ചിന്റെ എസ്സേ കമ്പൽസറി ഹെട്രോസെക്ഷാലിറ്റിയിൽ അവർ പറയുന്നത് ഈ പറയുന്ന പെട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിൽ എന്തിനാണ് ഈ പറയുന്ന ഒരു ഹെട്രോ നോർമേറ്റിവിറ്റി, ഓരോരുത്തരുടെയും സെക്ഷാലിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ അവരവർക്ക് സാധിക്കുമെന്ന് ലെസ്ബിയൻസ് ആയിട്ട് ജീവിക്കട്ടെ എന്നുമാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ബാർബറ ലോവിന്റെയും ആബർട്ടിന്റെയും സാഫോ ആൻഡ് റൈറ്റ് ആൻഡ് വുമൻ എന്ന് പറയുന്ന എസ്സേയിൽ അവർ ലെസ്ബിയൻ ഹിസ്റ്ററി അൺഫോൾഡ് ചെയ്യുകയും അതിനെ അവർ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലെസ്ബിയൻസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് മെയിൻ സ്ട്രീം നറേറ്റീവ്സിൽ ചെയ്യുന്നുണ്ടെന്നും പക്ഷെ അതെല്ലാം തന്നെ മാർജിനലൈസ് ചെയ്യപ്പെടുകയാണെന്നും അവരുടെ പ്രൈഡിനെയും അതുപോലെ തന്നെ ഫെമിനിസത്തിനെയും ഉയർത്താനായിട്ട് ലെസ്ബിയൻ കമ്മ്യൂണിറ്റിക്ക് സാധിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ആറ്റിക്സന്റെ ആമസോൺ ഒഡിസി എന്ന് പറയുന്ന വർക്കില് ഈ പറയുന്ന പെട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനെ തകർക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ലെസ്ബിയനിസവും അതുപോലെ തന്നെ ഗെയ്സും ആണെന്ന് അവർ പറയുന്നുണ്ട്. കാരണം മെയിൽ ഡോമിനേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നാൽ മാത്രമേ പെട്രിയാർക്കൽ സ്ട്രക്ചർ ഉയരത്തുള്ളൂ. ഒരേ പവേഴ്സിലുള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അവരെ ക്ലാസ് സ്ട്രഗിൾസ് ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ ഡോമിനേഷൻ സ്ട്രഗിൾസും ഉണ്ടാകുന്നില്ല എന്ന് ആറ്റിക്സൺ വാദിച്ചു. നെക്സ്റ്റ്, ബ്ലാക്ക് ഫെമിനിസം. Black feminism is a vital movement that centers the experience and struggles of Black women in combating the intersecting form of oppression. അന്നേരം ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലാക്ക് വുമൻസ് നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇല്ലേ, അന്നേരം വുമണിസം എന്ന് പറയുന്നതും ബ്ലാക്ക് ഫെമിനിസം ഒക്കെ ഒരേ ഇതിൽ തന്നെയാണ് വരുന്നത്. കാരണം ഫെമിനിസത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള പല ബ്ലാക്ക് റൈറ്റേഴ്സും നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ബ്ലാക്ക് ഫെമിനിസം അല്ലെങ്കിൽ ബ്ലാക്ക് വുമൻ എന്ന് പറയുന്ന വുമണിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത്. Emerging in the late 1960s and early 1970s, Black feminism addressed the limitations of mainstream feminism in addressing the unique challenges faced by women of color. കാരണം 1960-70-70കളിലൊക്കെ തന്നെ ഈ കറുത്ത സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്നേരം ഈ പറയുന്ന വൈറ്റ് വുമൻസിന്റെ ഇടയിൽ ഇവര് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോയി, ഇവരെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ, ഇവർക്ക് മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന അവസ്ഥകൾ ഇവർ നേരിട്ടിട്ടുണ്ട്. സോ ഇതൊക്കെ കൊണ്ടാണ് ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുന്ന മറ്റൊരു ഫെമിനിസം എമർജ് ചെയ്തു വന്നത്. ഇതിന്റെ പ്രധാന വക്താക്കൾ എന്ന് പറയുന്നത് ഓഡ്രെ ലോഡ്, ബെൽ ഹൂക്സ് എന്നിവരായിരുന്നു. ഓഡ്രെ ലോഡിന്റെ സിസ്റ്റർ ഔട്ട്സൈഡർ എസൈസ് ആൻഡ് സ്പീച്ചസ് പബ്ലിഷ്ഡ് ഇൻ 1984 is the foundational text in Black feminism, highlighting the intersection of race, gender and sexuality and advocating for feminism that confronts racial and social injustice. ഓഡ്രെ ലോഡിന്റെ സിസ്റ്റർ ഔട്ട്സൈഡർ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിന്റെ 1984 പബ്ലിഷ് ചെയ്ത ഈ ടെക്സ്റ്റിന്റെ വരവോടുകൂടിയാണ് ബ്ലാക്ക് ഫെമിനിസത്തിന് അടിത്തറ പാകിയത്. ഇതോടുകൂടി ഈ റേസും ജെൻഡറും സെക്ഷാലിറ്റിയും തമ്മിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പഠനത്തിന് ഓഡ്രെ ലോഡ് തുടക്കമിട്ടു.
ഈ പറയുന്ന റേസ് എന്ന് വെച്ചാൽ വൈറ്റ് ബ്ലാക്ക് ആ ഒരു റേസിസവും അവർ നേരിടുന്ന സോഷ്യൽ ഇൻജസ്റ്റിസ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ, പക്ഷെ സ്ത്രീകൾക്കിടയിൽ തന്നെ കറുത്ത സ്ത്രീകളും വെളുത്ത സ്ത്രീകളും തമ്മിൽ നേരിടുന്ന പ്രശ്നങ്ങളും അവരുടെ റേസിസവും സോഷ്യൽ ഇൻജസ്റ്റിസിനെ പറ്റിയും ഒഡ്രയിലൂടെ അവരുടെ വർക്കിലൂടെ രേഖപ്പെടുത്തി. Bell Hooks in Ain't I a Woman, Black Women and Feminism, published in 1981, it critiques the historical exclusion of black women from feminist movement and examines how racism and sexism intervene to perpetuate inequalities. Hooks calls for feminism that acknowledges and challenges these intersecting forces of discrimination. 1981 പബ്ലിഷ് ചെയ്ത ഹുക്സിന്റെ എയിന്റ് എ വുമൺ എന്ന് പറയുന്ന ബുക്കിലൂടെ കാലാകാലങ്ങൾ അല്ലെങ്കിൽ ചരിത്രപരമായി ബ്ലാക്ക് വുമൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇത് ഈ പറയുന്ന പ്രശ്നങ്ങൾ സേസിസവും റെക്സിസവുമായിട്ട് ബന്ധപ്പെടുത്തിയും പറയുന്ന ഈ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ മാത്രമല്ല ആഫ്രിക്കൻ അമേരിക്കൻ കൺട്രികളിലും ബ്ലാക്ക് വുമൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇൻഇക്വാലിറ്റീസിനെ രേഖപ്പെടുത്തിയിട്ടുള്ളവയായിരുന്നു. ഹുക്ക് അതുപോലെ തന്നെ ഈ പറയുന്ന ഫെമിനിസ്റ്റുകളോട് ആഹ്വാനം ചെയ്തത് എന്താണ്? ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് നിങ്ങൾ ഒഴിവാക്കണം, ഇങ്ങനെയുള്ള ഫോഴ്സസ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് നിങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അന്നേരം ഇത്രയാണ് നമ്മളുടെ ബ്ലാക്ക് ഫെമിനിസം എന്ന് പറയുന്നത്. ഫെമിനിസത്തിൽ നിന്നുകൊണ്ട് തന്നെ പല സ്ത്രീകൾ അനുഭവിക്കുന്ന ബ്ലാക്ക് വുമൻസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഉടലെടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ വുമണിസം അല്ലെങ്കിൽ ബ്ലാക്ക് ഫെമിനിസം. അത് രണ്ടിലും ഒന്നേ നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അന്നേരം 1960s-70s കൂടിയാണ് ബ്ലാക്ക് ഫെമിനിസം എമർജ് ചെയ്ത് വന്നത്. ഇത് കൂടുതലും കളർ ഓഫ് ബ്ലാക്ക് ആയിട്ട് ആ ഒരു കളർ ഓഫ് ബ്ലാക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ്. ഒഡ്രയിലോന്റെ സിസ്റ്റർ ഔട്ട്സൈഡർ, ബെൽ ഹുക്സിന്റെ എയിന്റ് എ വുമണും ഒക്കെ തന്നെ ഇങ്ങനെ ബ്ലാക്ക് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകളായിരുന്നു. Next comes the Dalit feminism. Dalit feminism is an intersectional movement addressing the unique challenges faced by Dalit women who experience double oppression based on both caste and gender. Emerging as a response to neglect, Dalit women struggles within mainstream feminism. Dalit feminism seeks to create a more inclusive understanding of gender-based issues. സാധാരണ നമുക്ക് ദളിത് ഫെമിനിസം എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അന്നേരം ഓൾറെഡി ദളിറ്റ്സ് എന്ന് പറയുമ്പോൾ അവര് ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓപ്പറേഷൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഇവര് ലോ കാസ്റ്റ് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് അന്നേരം അവര് ഒരു ഒപ്രഷൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ തന്നെ ഇവരിലുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒപ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഡബിൾ ഒപ്രഷൻ നേരിടുകയാണെന്നാണ് പറയുന്നത്, ബോത്ത് ഓൺ കാസ്റ്റ് ആൻഡ് ജെൻഡർ. അതുപോലെ തന്നെ ഈ പറയുന്ന ദളിത് വുമൻ സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻ സ്ട്രീം ഫെമിനിസവും ദളിത് ഫെമിനിസവും ഒക്കെ എമർജ് ചെയ്തു വരികയും ജെൻഡർ ബേസ്ഡ് ഇഷ്യൂസിനെ പറ്റി ഇവർ പഠനം നടത്തുകയും ചെയ്തു. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയ ആൾക്കാരാണ് ഡോക്ടർ BR അംബേദ്കർ, ഉർമിള പവാർ ആൻഡ് മീനാക്ഷി മോൻ, ഷർമിള റെഞ്ച്. ഇവരൊക്കെ തന്നെ ഈ ദളിത് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതിയതാണ്. BR അംബേദ്കറിന്റെ ദ അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് 1936 and highlights the intertwined nature of caste-based discrimination and gender-based oppression. Ambedkar emphasizes the need to dismantle the caste system to address gender inequality effectively. അന്നേരം അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് 1936 എന്ന് പറയുന്ന വർക്കിൽ ഡോക്ടർ BR അംബേദ്കർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ, ജെൻഡർ ഓപ്പറേഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞെന്താണ്? ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ജെൻഡർ ഓപ്പറേഷനും ഒക്കെ നിർത്തേണ്ട സമയമായി, അല്ലെങ്കിൽ അത് നിർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഉർമിള പവാറിന്റെയും മീനാക്ഷി മോഹന്റെയും അവർ രണ്ടുപേരും കൂടെ എഴുതിയ വർക്കാണ് 1989 പബ്ലിഷ് ചെയ്ത വർക്കാണ് വി ഓൾസോ മെയ്ഡ് ഹിസ്റ്ററി വുമൺ ഇൻ അംബേദ്കറേറ്റ് മൂവ്മെന്റ് എന്നുള്ളത്. It also brings attention to the contribution of Dalit women to Ambedkarite movement, challenging the male-centric narratives of historical accounts. അവരെ പറയുന്നതെന്ന് വെച്ചാൽ ദളിത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത്. BR അംബേദ്കർ ഉദ്ബോധനം ചെയ്തു വിട്ട ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പല സംഘടനകളും ഉണ്ട്, പല പ്രസ്ഥാനങ്ങളും ഉണ്ട്. അന്നേരം ആ പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ദളിത് സ്ത്രീകൾ അനുഭവിക്കുന്നുള്ള പല കാര്യങ്ങളെയും അവർ ചൂണ്ടിക്കാണിച്ചു. മെയിൽ സെൻട്രിക്, കാരണം ദളിത് നറേറ്റീവ്സ് എടുത്താൽ പോലും അതിൻ്റെ അകത്ത് കൂടുതലും കാണുന്നത് മെയിൽ സെൻട്രിക് നറേറ്റീവുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉർമിള പവാറും മീനാക്ഷി മൂണും ഈ പറയുന്ന വി ഓൾസോ മെയ്ഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. Sharmila Range, Dalit Women Talk Differently, a critique of difference towards Dalit feminism standpoint position, published in 2003, critiques mainstream feminist theories for ignoring the caste dynamics shaping Dalit women's lives.
Range advocates for adopting a Dalit feminist standpoint that advocates the intersectionality of caste, class, and gender. ഷർമിള റേഷിന്റെ വർക്കാണ് ദളിത് വുമൻ ടോക്ക് ഡിഫറently എന്നുള്ളതാണ്. അത് 2003-ലാണ് അവർ പബ്ലിഷ് ചെയ്തത്. ഇതിലൂടെ അവർ പറയുന്നത് വെച്ചാൽ കാസ്റ്റ് ഡൈനാമിക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇല്ലാതാക്കാം. ദളിത് വുമൻസിന്റെ ജീവിത സംരക്ഷണത്തിനും കാസ്റ്റ് ഡൈനാമിക്സ് ഇഗ്നോർ ചെയ്യാനും വേണ്ടുന്ന നടപടികൾ ഫെമിനിസം സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. റേഞ്ച് അഡ്വക്കേറ്റ്സ് ഫോർ അഡോപ്റ്റിംഗ് ദളിത് ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ. അതുപോലെ തന്നെ ദളിത് ഫെമിനിസ്റ്റിന്റെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ അവർ അഡോപ്റ്റ് ചെയ്യാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ഇതിന്റെ ഒരു ഇന്റർസെക്ഷനാലിറ്റി അവർ അക്നോളജ് ചെയ്തു, അവർ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരം നിർദ്ദേശിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശർമിള റേഞ്ച് അവരുടെ ദളിത് വുമൻ ടോക്ക് ഡിഫറently എന്ന് പറയുന്ന വർക്കിലൂടെ പറഞ്ഞത്. അന്നേരം ഈ പറഞ്ഞ ദളിത് വുമൻ അല്ലെങ്കിൽ ദളിത് ഫെമിനിസം എന്ന് പറയുന്നത് ഡബിൾ ഓപ്പറേഷൻ ആണ് കാണിക്കുന്നത്, ബോത്ത് കാസ്റ്റ് ആൻഡ് ജെൻഡർ. ഈ പറയുന്ന കാസ്റ്റ് വൈസ് ആയിട്ടും ജെൻഡർ വൈസ് ആയിട്ടും ദളിത് വിമൻസ് അനുഭവിക്കുന്നുള്ള പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ദളിത് ഫെമിനിസം. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റില് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള കാസ്റ്റ് ഒപ്രഷനെ പറ്റിയും ജെൻഡർ ഒപ്രഷനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഉർമിള പവാറിന്റെയും മീനാക്ഷി മോഹന്റെയും വി ഓൾസോ മെയ്ഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്ക് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനെ ബേസ് ചെയ്ത് അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറേറ്റ് മൂവ്മെന്റിനെ ബേസ് ചെയ്ത് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ദളിത് വിമൻസ് അനുഭവിക്കുന്ന ഡബിൾ ഒപ്രഷൻ ആണ്. കാരണം മെയിൽ സെന്റർഡ് നറേറ്റീവ്സുകൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ നറേറ്റീവ്സുകൾ മാത്രമേ ആൾക്കാർ വായിക്കുന്നുള്ളൂ. ഷർമിള റേഞ്ചിന്റെ ദളിത് വുമൻ ടോക്ക് ഡിഫറently എന്ന് പറയുന്നത് പലപ്പോഴും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ, കാസ്റ്റ് ഡൈനാമിക്സിനെയും അതുപോലെ തന്നെ ദളിത് വിമൻസിന്റെ റിയൽ ലൈഫിനെയും ആൾക്കാർ കാണാതെ പോവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വോയിസുകൾ ജനങ്ങൾ കേൾക്കാതെ പോവുകയും ചെയ്യുന്നു. സോ ഇതിനെതിരെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഇതിനെതിരെ വ്യക്തമായ ചുവടുകൾ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തണം എന്നാണ് ഷർമിള റേഞ്ച് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദളിത് ഫെമിനിസത്തിലൂടെ പഠിക്കാനുള്ളത്. ഇനി അടുത്ത് പോസ്റ്റ് ഫെമിനിസം. Post-feminism emerged in late 20th century as a cultural shift that both continues feminist ideals and critically examines aspects of earlier feminist movements. പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത് ലേറ്റ് 20th സെഞ്ചുറിയിലാണ് ഉണ്ടായത്. അത് ഒരു ഫെമിനിസ്റ്റ് ഐഡിയൽസും അതുപോലെ തന്നെ കുറച്ച് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പോസ്റ്റ് ഫെമിനിസം ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് ബൈനറി പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ് ചലഞ്ചസ് ദ ബൈനറി പെർസ്പെക്റ്റീവ്സ് ഓഫ് ജെൻഡർ ആൻഡ് റെക്കഗ്നൈസസ് ദ ഡൈവേഴ്സിറ്റി വിതിൻ ദ ഫീമെയിൽ എക്സ്പീരിയൻസ്, എക്സ്പ്ലോറിംഗ് ന്യൂആൻസ്ഡ് പെർസ്പെക്റ്റീവ് ഓൺ ജെൻഡർ ആൻഡ് ഐഡന്റിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായ എക്സ്പീരിയൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നും അവരുടേതായ ജെൻഡറും ഐഡന്റിറ്റിയും ഉണ്ടെന്നും അവർ വാദിച്ചു. പോസ്റ്റ് ഫെമിനിസം ഇതിൻ്റെ അകത്ത് പ്രധാന വക്താക്കളായിരുന്നു ഏഞ്ചല മക്രോബി, ഏരിയൽ ലെവി, നതാഷ വാൾട്ടർ എന്നിവരൊക്കെ തന്നെ. ഏഞ്ചല മക്രോബിയുടെ ആഫ്റ്റർമാത്ത് ഓഫ് ഫെമിനിസം, ജെൻഡർ കൾച്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന 2008 പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ആണ്. ആൻഡ് അനലൈസസ് ഹൗ ഗെയിൻസ് മെയ്ഡ് ബൈ ഫെമിനിസം ഹൗ ലെഡ് ടു ന്യൂ ചലഞ്ചസ് സച്ച് ആസ് ദ മോഡിഫിക്കേഷൻ ഓഫ് എ ഫെമിനിസ്റ്റ് ഐഡിയൽസ് വിതിൻ നിയോ ലിബറൽ കൾച്ചർ. എന്ന് വെച്ചാൽ ഈ പുതിയ കാലഘട്ടത്തില് അല്ലെങ്കിൽ പുതിയ ഈ ഒരു സാംസ്കാരിക സമൂഹത്തില് കമ്മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ഫെമിനിസത്തെ സ്വാധീനിക്കുന്നത് എന്ന് വെച്ചാൽ കമ്മ്യൂഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ഫെമിനിസത്തെ സ്വാധീനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയത്തില്ലേ, സ്ത്രീകൾ എപ്പോഴും വാക്സ് ചെയ്യണം, സ്ത്രീകൾക്ക് രോമം ഉണ്ടാകാൻ പാടില്ല, സ്ത്രീകൾക്ക് നീണ്ടായ അല്ലെങ്കിൽ ഭയങ്കര വീതിയുള്ള ഐബ്രോസ് ഉണ്ടാകാൻ പാടില്ല, ഹൈ ഹീൽഡ് ധരിക്കുമ്പോഴാണ് കൂടുതൽ ഫെമിനിസം, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നത്, ഇങ്ങനെയുള്ള ഒരു കമ്മോഡിഫിക്കേഷൻ ഈ പറയുന്ന അഡ്വർടൈസ്മെന്റും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ് ഫെമിനിസ്റ്റ് ഐഡിയൽസിനെ ഈ ഒരു നിയോ ലിബറൽ കൾച്ചറിൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ ഫെമിനിസത്തിലൂടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിനുള്ള ചലഞ്ചസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഏഞ്ചല മക്രോബി പറയുന്നത്. ഏരിയൽ ലുവീസ് ഫീമെയിൽ ഷോവാനിസ്റ്റ് പിക്സ് women and the rise of Raj culture explores the problematic turn in women liberation, where some embrace hypersexualized representation, often perpetuated by popular culture.
ഏറിയൽ ലിവിയുടെ ഫീമെയിൽ ഷ്വാനിസ് പിക്സ് എന്ന് പറയുന്ന ഈ ഒരു 2005 എക്സിയിൽ അവർ പറയുന്നത് വെച്ചാൽ പ്രോബ്ലമാറ്റിക് ടേൺ ഇൻ വിമൻ ലിബറേഷൻ, സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ചിലര് ഹൈപ്പർ സെക്ഷലൈസ്ഡ് റെപ്രസെന്റേഷൻ കാണിക്കുമ്പോൾ ചിലര് ഒരു പോപ്പുലർ കൾച്ചറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഒരു കമോഡിഫിക്കേഷൻ തന്നെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം സ്ത്രീകൾ റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു, ഇത് യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു സ്ത്രീ എന്ന് വെച്ചാൽ അവർ കണ്ണെഴുതണം, ലിപ്സ്റ്റിക് യൂസ് ചെയ്യണം, ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം, അവർ ഫ്ലോലെസ് ആയിരിക്കണം. ഇങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് ആര് കൊണ്ടുതരുന്നുണ്ട്? ഈ മീഡിയയും ഈ പറയുന്ന സൊസൈറ്റിയും ഒക്കെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് അല്ലേ. സോ നമ്മൾ ഈ പറയുന്ന വിമൻ ലിബറേഷൻ, സ്ത്രീക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ലിബറേഷന്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഹൈപ്പർ സെക്ഷലൈസ്ഡ് റെപ്രസെന്റേഷനിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഷ്വാനിസ് പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. Then Natasha Walter, Living Dolls, The Return of Sexism, examines how despite parent progress, young women still face pressure to conform to narrow beauty standards and consumerist ideals, highlighting a paradox of a progress and a regression. Natasha Walterന്റെ ലിവിങ് ഡോൾസ് എന്ന് പറയുന്നത്, അവർ അതിൻ്റെ അകത്ത് നമ്മുടെ ബാർബി ഡോൾസിനെയൊക്കെ എടുത്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. അന്നേരത്തേക്ക് ശരിക്കും പറഞ്ഞ ബാർബിയുടെ കൂട്ട് ആ ഒരു ബോഡി ഫീച്ചേഴ്സും ആ ഒരു സ്റ്റൈലും അങ്ങനെയൊക്കെ വരുത്താനായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മളെ പ്ലാസ്റ്റിക് സർജറികളും ഒക്കെ ചെയ്യാറില്ലേ. ഇപ്പം നമ്മളല്ല, പല ആൾക്കാരും ചെയ്യാറുണ്ട്. അന്നേരം ലിപ്പോസെക്ഷൻ ചെയ്യാറുണ്ട്. എന്താണ് നമ്മുടെ ബോഡി എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ വേണം, ബംസ് വേണം, അത് വേണം, ഇത് വേണം, ചീക്ക്, ഫേസ് ലിഫ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഹൈപ്പർ സെക്ഷാലിറ്റിയുടെ ഭാഗമായിട്ടാണ്. അന്നേരം ഇതെല്ലാം കൺസ്യൂമറിസമായിട്ട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ സ്ത്രീ സമത്വം സ്ഥാപിച്ചു, സ്ത്രീ അതിനുശേഷം സ്വന്തമായിട്ട് ഏൺ ചെയ്തു, അവൾക്ക് നല്ല വരുമാനം കിട്ടി, സ്ത്രീ ലിബറേറ്റ് ചെയ്തു. പക്ഷെ ഈ ലിബറേറ്റ് ചെയ്ത സ്ത്രീ കമ്മോഡിഫിക്കേഷൻ അടിമയായി. അവൾ പല കാര്യങ്ങളും അനാവശ്യമായി വാങ്ങിച്ചു. ഇങ്ങനെ കമ്മോഡിഫൈ ചെയ്ത സ്ത്രീകളെ ഈ പറയുന്ന പെട്രിയാർക്കൽ സൊസൈറ്റി കൺസ്യൂമറിസത്തിന്റെ ഭാഗമാക്കി മാറ്റി. അവൾ ഒരു കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയുടെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ now the woman is conform to narrow beauty standards and consumerist ideals, highlighting a paradox of progression and a regression. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ പറയാണ് സ്ത്രീ പ്രോഗ്രസ്സിലേക്ക് പോയതിനു ശേഷം ഇപ്പൊ റിഗ്രഷനിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നടക്കാനും എടുക്കാനുമാണ് ഇപ്പോൾ സ്ത്രീ ശ്രമിക്കുന്നത്. പണ്ട് സ്ത്രീ അവൾ ശക്തമത്തായിട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എഴുത്തുകളിലൂടെയും ഭാഷയിലൂടെയും അവളുടെ പ്രവൃത്തിയിലൂടെയും ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ കൂടുതലും സൗന്ദര്യ ലോലുപരായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസ്സിൽ നിന്ന് റിഗ്രഷനിലേക്ക് പോവുകയാണെന്ന് നതാശ വാൾക്കർ പറയുന്നു. While influential in expanding feminist discourse, post-feminism has faced criticism for potentially diluting core feminist principles and diverting attention from broader structural issues. Despite debates, these works provide valuable insights into contemporary understanding of gender and equality. അന്നേരം ഈ വർക്കുകളെല്ലാം തന്നെ, ഈ പറയുന്ന പോസ്റ്റ് ഫെമിനിസ്റ്റ് വർക്കുകളെല്ലാം തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിലും ഈ വർക്കുകളൊക്കെ തന്നെ പല വിധത്തിലുള്ള ഡിബേറ്റുകളിലൂടെ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയും ജെൻഡർ ഇക്വാളിറ്റിയിൽ നേരിടാനായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ചെയ്യുന്ന പ്രവർത്തികളെയും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വർക്കുകളാണ് പോസ്റ്റ് ഫെമിനിസം എന്ന് പറയുന്നത്. അന്നേരം പോസ്റ്റ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ഏഞ്ചല മക്രോബി, ഏരിയൽ ലിവി, നതാശ വാൾക്കർ. ഇനി നമുക്ക് വരുന്നത് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയറ്റിക്സ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് വരുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് വുമൻ ഷേപ്പിംഗ് ഫെമിനിസ്റ്റ് തിയറി. എന്നിട്ട് നമുക്ക് ആ എസ്സേ എന്താണെന്ന് നോക്കാം. എസ്സേയുടെ ഒരു ചുരുക്ക രൂപമാണ് പറയുന്നത്. എലൻ ഷുവാൾട്ടറിന്റെ 1979 പബ്ലിഷ് ചെയ്ത എസ്സേയാണ് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയറ്റിക്സ്. അത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് സെമിനൽ വർക്ക് എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിനെ കുറിച്ചും ജെൻഡറിനെ കുറിച്ചും ഒക്കെ അവർ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഷോൾട്ടർ delineates two branches of feminist criticism, feminist critique and gynocritics. ഇതിൻ്റെ അകത്ത് അവർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്നും ഗൈനോക്രിറ്റിക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഫോർമർ എന്ന് പറയുമ്പോൾ ഏതാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്ക്, അത് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും വിമൻ ആസ് റീഡേഴ്സ് ക്രിട്ടിക്കിംഗ് മെയിൽ പ്രൊഡ്യൂസ്ഡ് ലിറ്ററേച്ചർ, വൈൽ ലാറ്റർ കോൺസെൻട്രേറ്റ് ഓഫ് വിമൻ ആസ് റൈറ്റേഴ്സ് എക്സ്പ്ലോറിംഗ് ഹിസ്റ്ററി ആൻഡ് തീംസ് ഓഫ് ലിറ്ററേച്ചർ ക്രിയേറ്റഡ് ബൈ വിമൻ. അന്നേരം ഈ പറയുന്ന ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ ഷോൾട്ടർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്നും ഗൈനോ ക്രിട്ടിക്സ് എന്നും. ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിമൻ റീഡേഴ്സ് ആണ്. അവര് ഈ മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചറിനെ എന്ന് വെച്ചാൽ ആണുങ്ങൾ എഴുതുന്ന സാഹിത്യത്തിനെ വായിക്കുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക്. ഇനി അടുത്ത ഗൈനോ ക്രിട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിമൻ റൈറ്റേഴ്സ് ആണ്, എഴുതുന്ന സ്ത്രീകളാണ്. അവര് ദേ എക്സ്പ്ലോർ ദ ഹിസ്റ്ററി ആൻഡ് തീംസ് ഓഫ് ലിറ്ററേച്ചർ ക്രിയേറ്റഡ് ബൈ വും. ചരിത്രത്തിലും അതുപോലെ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള വസ്തുതകളിലും സ്ത്രീകൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നതെന്ന് അവർ നോക്കുകയും മനസ്സിലാക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അന്നേരം അത് നോക്കണം. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസത്തിനെ ഷോൾഡർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് ആൻഡ് ഗൈനോ ക്രിട്ടിക്സ്. ഫെമിനിസ്റ്റ് ക്രിട്ടീക്ക് എന്ന് പറയുന്നത് അവരെ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ വിമൻ ആസ് റീഡേഴ്സ് ആണ്. അവര് സ്ത്രീകൾ അവർ വായിക്കുക മാത്രമേ ചെയ്യുന്നു, എന്ന് വെച്ചാൽ മെയിൽസ് ഉണ്ടാക്കിയിട്ടുള്ള എഴുതിയിട്ടുള്ള പല റൈറ്റിങ്സുകളെ അവർ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ ഗൈനോ ക്രിട്ടിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമൻ ആസ് റൈറ്റേഴ്സ് ആണ്. അവര് ഹിസ്റ്റോറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് പല കാര്യങ്ങളും എഴുതുന്നു, പല പല തീമുകളെ അവർ അനലൈസ് ചെയ്യുന്നു, ലിറ്ററേച്ചറിനെ പല കാര്യങ്ങളും പല കാലഘട്ടങ്ങളിലായിട്ട് സ്ത്രീകൾ എഴുതപ്പെട്ടിട്ടുള്ള വസ്തുതകളെ അവർ അനലൈസ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. Next, gynocritics aim to construct a female framework for literary analysis, rejecting male-centered perspectives and developing a new model based on the study of female experience. Gynocritics എന്താണ് ചെയ്യുന്നത്? ഫെമിനിസ്റ്റുകൾ ഒരു ഫീമെയിൽ ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന മെയിൽ സെൻറ്റേർഡ് പെർസ്പെക്റ്റീവിനെ അവർ റിജക്റ്റ് ചെയ്യും. പുതിയ തരത്തിലുള്ള പെണ്ണെഴുത്തുകൾ, അതാണ് ന്യൂ മോഡൽസ് സ്റ്റഡി ബേസ്ഡ് ഓൺ ഫീമെയിൽ എക്സ്പീരിയൻസ്. ഫീമെയിൽസിന്റെ അനുഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിനെ അവർ എന്ത് ചെയ്യുന്നു? അവർ എഴുതുന്നു. Shalta critiques the limitations of a feminist critique, advocating for gynocritics as an alternative approach that establishes autonomous space for women in literary analysis. ഷോൾട്ടർ പറയാണ് ദിറ്റ് ക്രിട്ടിക്സ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്. അന്നേരം ഫെമിനിസ്റ്റ് ക്രിട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പറഞ്ഞു ഏതാണ്? വിമൻ ആസ് റീഡേഴ്സ് എന്ന് വെച്ചാൽ അവർ എഴുതുന്നില്ല, അവർ ഈ പറഞ്ഞ മെയിൽ സെന്റേർഡിന്റെ വർക്കുകൾ വായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ എന്നിട്ട് എന്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നു. അവർ പറയാണ് ഫെമിനിസ്റ്റ് ക്രിട്ടിക്സിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ ഗൈനോ ക്രിട്ടിക്സ് എന്ന് പറയുന്നത് വിമൻ ആസ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. കാരണം ഫെമിനിസ്റ്റ് ക്രിട്ടിക്സുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് വിമൻ ആസ് റീഡേഴ്സ് ആണ്, അവരിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന മെയിൽ സെന്റേർഡ് റൈറ്റിങ്സുകളാണ്. അവർക്ക് പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഗൈനോ ക്രിട്ടിക്സുകൾ അങ്ങനെയല്ല, അവർ ലിറ്റററി അനാലിസിസിൽ ഏർപ്പെടുന്നു, അവർ പുതിയ തരത്തിൽ ചിന്തിക്കുകയും എഴുതുകയും ചെയ്യുന്നു. She outlines three phases of women literary tradition: feminine, feminist, female. കണ്ടോ? ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ. ഈ പറയുന്ന ഷോൾട്ടർ വിമൻ ലിറ്റററി ട്രഡീഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഫെമിനൈൻ, ഫെമിനിസ്റ്റ്, ഫീമെയിൽ. അതിൻ്റെ അകത്ത് ഫെമിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ഹറൻസ് ടു മെയിൽ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ പറയുന്നത് എന്തോ, അതിന് പുരുഷന്മാരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തോ അതിനനുസരിച്ച് സ്ത്രീകൾ ജീവിച്ചിരുന്ന കാലഘട്ടം, അതാണ് ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി ഫെമിനിസ്റ്റ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ റെബല്യൻ എഗൻസ്റ്റ് ദീസ് നോംസ്. അതുവരെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിനെതിരെ സ്ത്രീകൾ പ്രവർത്തിച്ചു തുടങ്ങിയ കാലഘട്ടം, അതാണ് ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഫേസ് ഈസ് ട്രാൻസെൻഡിങ് ദ ബൈനറി സ്ട്രഗിൾ ടു എസ്റ്റാബ്ലിഷ് എ ഡിസ്റ്റിങ്ക്ട് ഫീമെയിൽ ലിറ്റററി ട്രഡീഷൻ. ഓക്കെ, ഒരു പുതിയ തരത്തിലുള്ള ഒരു ലിറ്റററി ട്രഡീഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫീമെയിൽ എന്ന് പറയുന്നത്. അന്നേരം ഷോൾട്ടർ മൂന്നായിട്ട് ലിറ്റററി ട്രഡീഷനെ ഡിവൈഡ് ചെയ്ത് ഫെമിനൈൻ, ഫെമിനിസ്റ്റ് ആൻഡ് ഫീമെയിൽ. ഫെമിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ച് ജീവിക്കുന്ന കാലഘട്ടം. ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നിന്ന് റെബല്യൻ ചെയ്ത് അവരെ റിവോൾട്ട് ചെയ്ത് ഒഴിവാകാനുള്ള നടത്തിയ ശ്രമങ്ങൾ. ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ലിറ്റററി ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം. Sholter's advocacy for gynocritics underscores the importance of exploring women's literature in their own right, contributing significantly to outgoing or ongoing pursuit of a gender equality in literary expression.
ഷോൾട്ടർ ഗൈനോക്രിറ്റിക്സുകളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ശരിയായ പാതയിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ജെൻഡർ ഇക്വാളിറ്റി കെട്ടിപ്പടുക്കാനും നിങ്ങളുടേതായ ലിറ്റററി എക്സ്പ്രഷൻസ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കട്ടെ എന്നാണ് ഗൈനോക്രിറ്റിക്സുകളോട് ഷോൾട്ടർ പറയുന്നത്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആ ഒരു എസ്സേയിൽ പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലെ എസ്സേ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഇതിൻ്റെ അകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന മെയിൻ പോയിന്റ്സുകൾ മാത്രമാണ്. ഇനി അടുത്തത് ബ്ലാക്ക് വുമൺ ഷേപ്പിംഗ് ഫെമിനിസ്റ്റ് തിയറി. ബ്ലാക്ക് വുമൺ ഷേപ്പിംഗ് ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ബെൽ ഹൂക്സിന്റെ എസ്സേയിൽ നിന്നാണ് വരുന്നത്. Bell Hooks essay, Black Women Shaping Feminist Theory, challenges conventional feminist perspectives by highlighting the overlooked experience of black women within the feminist movement. ഫെമിനിസ്റ്റ് മൂവ്മെന്റിൽ ബ്ലാക്ക് വുമൻസ് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ബെൽഹൂക്കിന്റെ ബ്ലാക്ക് വുമൻ ഷേപ്പിംഗ് ഫെമിനിസ്റ്റ് തിയറി എന്നുള്ള എസ്സേ. Hooks critiques the mainstream feminism for failing to address specific struggle and intersection faced by black women due to their racial and gender identities. പലപ്പോഴും വൈറ്റ് വുമൻസിന്റെ ഇടയിൽ അവർ നേരിട്ടിട്ടുള്ള ആ റേഷ്യൽ ആൻഡ് ജെൻഡർ ഐഡന്റിറ്റീസിനെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം ഫെമിനിസത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ബെൽ ഹൂക്സ് ഇത് എഴുതാൻ തീരുമാനിച്ചത്. She argues for a more inclusive and intersectional feminist theory that recognizes diversity and women's experience and the complex interplay of race, class and gender. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ ഒരു ജെൻഡർ ക്ലാസ് സ്ട്രഗിൾ നിലനിൽക്കുന്നുണ്ട്, റേസിസം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആകരുത്, ഇല്ലേ? വിമൻ എക്സ്പീരിയൻസിനെയും അവരുടെ അനുഭവങ്ങളെയും പെർസ്പെക്റ്റീവ്സിനെയൊക്കെ ഒരു ബ്രോഡർ സ്ട്രക്ചറിൽ മനസ്സിലാക്കാൻ സാധിക്കും. ബിയോണ്ട് റേസ്, ബിയോണ്ട് ക്ലാസ്, ബിയോണ്ട് ജെൻഡർ അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് മാത്രമേ ഫെമിനിസ്റ്റ് തിയറി വിജയിക്കുള്ളൂ. അങ്ങനെ ഒരു ഇന്റർസെക്ഷനാലിറ്റി, ഒരു ഇൻക്ലൂസീവ്നെസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. Hooke introduced the concept of the margin in feminist theory, referring to the experience of those outside the mainstream discourse, such as black women, who are excluded both mainstream feminism and broader racial conversation. ഹൂക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മാർജിനലൈസേഷൻ അത് ഫെമിനിസ്റ്റ് തിയറിയിൽ മാത്രമല്ല മെയിൻ സ്ട്രീം ഡിസ്കോഴ്സിലൊക്കെ തന്നെ ബ്ലാക്ക് വുമൺ അനുഭവിക്കുന്നുണ്ട്. കാരണം ബ്ലാക്ക് വുമന്റെയും വൈറ്റ് വുമന്റെയും ഒരു ടെക്സ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതലും വായിക്കുന്നത് വൈറ്റ് വുമന്റെ ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം ഡിസ്കോഴ്സിലായിക്കോട്ടെ, ഫെമിനിസ്റ്റ് തിയറിയിലായിക്കോട്ടെ, അവരുടെ സോഷ്യൽ കൺവെൻഷനിലായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു മാർജിനലൈസേഷൻ ആരനുഭവിക്കുന്നുണ്ട്? ബ്ലാക്ക് വുമൺ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ബെൽ ഹൂക്സ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. She emphasizes the notion of home place as a place where individuals can express their true selves without fear of judgment, highlighting its significance for black women as a source of strength and resistance. അവർ പറയാണ് ഈ പറയുന്ന ഹോം പ്ലേസ് എന്ന് പറയുന്ന ഐഡിയ അവിടെ അവർ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ്, അവരുടേതായ ഒരു സ്ഥലം വേണം, ഇല്ലേ? നമ്മൾക്ക് നമ്മളുടേതായ നമ്മുടെ വീട്ടിലെ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് നമ്മളുടേതായ സെൽഫിൽ ഇരിക്കാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന വൈറ്റ് വുമൻസിന്റെ ഇടയ്ക്കോട്ട് ചെന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ മാർജിനലൈസ് ചെയ്യുന്നത് നിർത്തുന്നതായിട്ടുള്ള തോന്നലുകളും അതുപോലെ നിർത്തുകയും തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കിടയിൽ നിന്ന് മാറിയിട്ട് തൻ്റെതായ സ്ഥലത്ത് ബാക്കി ആരെയും ജഡ്ജ്മെന്റിന് വിധേയമാകാതെ, ബാക്കി ആരെയും ഭയക്കാതെ തന്നെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും തങ്ങളുടെ സ്ട്രെങ്തും റെസിസ്റ്റൻസും ഒക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് ബെൽ ഹൂക്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ബ്ലാക്ക് ഫെമിനിസത്തിനെയും വിമനിസത്തിനെയൊക്കെ ബെൽ ഹൂക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. Hooke discussed the importance of solidarity among women, acknowledging historical tension between white-black women in feminist movement, but advocating for genuine solidarity because based on acknowledging privilege and dismantling oppressive systems. അതുപോലെ തന്നെ ഹൂക്ക് പറയാണ് സ്ത്രീകൾക്കിടയിലുള്ള സോളിഡാരിറ്റി, ആ ഒരു സഹിഷ്ണുത, ആ ഒരു സംയമനം, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാണ്. കാരണം സ്ത്രീ പുരുഷ സമത്വം പോലെയല്ല സ്ത്രീ സമത്വം എന്ന് പറയുന്നത്, അതിന് ഒരു വലിയൊരു ബോണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു സോളിഡാരിറ്റി ബ്ലാക്ക് വൈറ്റ് വുമണിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആ തരത്തിലുള്ള ജെനുവിൻ സോളിഡാരിറ്റി ഇല്ല എന്നും ബ്ലാക്ക് വുമൻസിനെ വൈറ്റ് വുമൻസ് എപ്പോഴും ഒപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്.
Overall, the essay calls for transformative and inclusive feminist movement that centers the expressive experience of marginalized individuals and addresses the multifaceted nature of oppression. അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസിനെ പറ്റിയും അവരുടെ പലതരത്തിൽ അവർ നേരിട്ടുള്ള ഒപ്രഷനെ പറ്റിയും ഒക്കെയാണ് ഈ പറയുന്ന ബെൽ ഹുക്സിന്റെ എക്സയിൽ അവർ പറയുന്നത്. അന്നേരം നിങ്ങൾ ഈ ഒരു എസ്സേ ഒന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ മെയിൻ പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ വരുമ്പോൾ ഫ്രഞ്ച് ഫെമിനിസം, ദളിത് ഫെമിനിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. വാട്ട് യു മീൻ ബൈ ഫെമിനിസം, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെമിനിസം എന്നുള്ള രീതിയിൽ നമുക്ക് എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോസ്റ്റ് വാർ ഫെമിനിസം, ദളിത് ഫെമിനിസം, ബ്ലാക്ക് ഫെമിനിസം, വുമണിസം, ലെസ്ബിയൻ ഫെമിനിസം, ഫ്രഞ്ച് ഫെമിനിസം, മാർക്സിസ്റ്റ് ഫെമിനിസം, എക്രിച്ചർ ഫെമിനി, അത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഗൈനോക്രിറ്റിസം എന്താണ്, എക്രിച്ചർ ഫെമിനി എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള വിമണിസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാം നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ബൈ.